ബിടെക് ആണ്. അതിനുശേഷം 2005 ട്രെയിനിങ് ഇൻസ്ട്രക്ടറായി ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്തു. 2010 ഡിപ്പാർട്ട്മെന്റ് ചേഞ്ച് ചെയ്ത് BSNL ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് കയറി. അതിനുശേഷം 2016 BSNL തന്നെ JTO ആയി. 2018 KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് ജോയിൻ ചെയ്തു. വീണ്ടും 2020 PWD ഇലക്ട്രിക്കൽ വിങ്ങിൽ AE ആയിട്ട് രാമമംഗലത്ത് ജോയിൻ ചെയ്തു. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാണ്. സാറ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് തന്നോട് ഡിസ്കസ് ചെയ്തപ്പോൾ മനസ്സിലായത് നമ്മുടെ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇറിഗേഷന്റെ ഇലക്ട്രിക്കലിന്റെ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമുമായി ബന്ധപ്പെട്ടിട്ടാണ് സാറ് മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നു അത് അത്രയും ഒരു എക്സ്പീരിയൻസ്, വിവിധമായിട്ടുള്ള ഒരു ഫീൽഡിലുള്ള സാറിന്റെ എക്സ്പീരിയൻസ് തന്നെ സാറിന്റെ ബയോഡേറ്റയിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ആസ് എ ടീച്ചർ, കൂടാതെ BSNL, KSEB, PWD, ഇപ്പതാ ഇറിഗേഷനിൽ തന്നെ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു. എന്തായാലും സാറിനെ തന്നെ നമുക്ക് ക്ലാസ് എടുക്കുന്നതിനായിട്ട് കിട്ടിയതിൽ നമുക്ക് വളരെ അഭിമാനമുണ്ട്. വളരെ സന്തോഷത്തോടും ബഹുമാനത്തോടും കൂടി സാറിനെ ക്ലാസ് എടുക്കുന്നതിനൊക്കെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പാർട്ടിസിപ്പൻസിനും താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു, വെൽക്കം. ഓക്കെ, അപ്പോൾ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ കമ്പോണൻസ് ആൻഡ് ഓപ്പറേഷൻസ് ഇൻ MI സ്കീംസ്. ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമുകളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ ഇലക്ട്രിക്കൽ കമ്പോണൻസും അവയുടെ ഓപ്പറേഷൻസും അതായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ക്ലാസ് ആയിട്ട് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മേജർ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ കമ്പോണൻസ് വരുന്നത് ആദ്യം നമ്മുടെ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമുകളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് സപ്ലൈ, പിന്നെ ഇലക്ട്രിക് മോട്ടോഴ്സ്, പമ്പ്സ്, വാക്വം പമ്പ് സെറ്റ്, മെയിൻ സ്വിച്ചസ്, സ്റ്റാർട്ടേഴ്സ്, ഫ്യൂസസ്, എർത്തിങ്, കപ്പാസിറ്റേഴ്സ്. ഇതാണ് മേജർ ആയിട്ട് ഓരോ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമുകളിലും നമുക്ക് വരുന്നത്. അപ്പോൾ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം, ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമുകളിൽ നമ്മൾ ചെയ്യുന്നത് ഒരു പുഴയിലോ അല്ലെങ്കിൽ കുളത്തിലോ ഉള്ള വാട്ടർ നമ്മൾ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് ഇറിഗേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പർപ്പസ് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമുകളെ നമുക്ക് ബേസിക് ആയിട്ട് രണ്ടായിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും. LT സ്കീം എന്നും HT സ്കീം എന്നും. അപ്പോൾ LT സ്കീം HT സ്കീം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളത് ഏത് സപ്ലൈ വോൾട്ടേജിലാണ് ഈ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീം വർക്ക് ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അതിനെ LT സ്കീം അല്ലെങ്കിൽ HT സ്കീം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ LT സ്കീം. അപ്പൊ LT സ്കീമിൽ നമ്മൾ ഉപയോഗിക്കുന്ന സപ്ലൈ വോൾട്ടേജ് KSEB അല്ലെങ്കിൽ സപ്ലൈ അതോറിറ്റി നമുക്ക് തരുന്ന സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് 440 വോൾട്ട് ആണ് നമുക്ക് സപ്ലൈ വോൾട്ടേജ് ആയിട്ട് തരുന്നത്. 3 ഫേസ് സപ്ലൈ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ 3 ഫേസ് സപ്ലൈയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് AC സപ്ലൈ ആണ് നമുക്ക് തരുന്നത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. LT സ്കീമുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് 440 വോൾട്ട്, 3 ഫേസ്, 50 ഹെർട്സ് AC സപ്ലൈ. അപ്പൊ നമുക്ക് LT സ്കീമിന്റെ ഒരു പരിധി എന്ന് പറയുന്നത് നമുക്ക് 100 kVA വരെയുള്ള കണക്റ്റഡ് ലോഡ് ഉള്ള മോട്ടോഴ്സിനെയാണ് നമുക്ക് LT സ്കീമിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഇലക്ട്രിസിറ്റി 2 ടൈപ്പ് സപ്ലൈ ആണ് ഉള്ളത്, AC സപ്ലൈ ആൻഡ് DC സപ്ലൈ. അപ്പൊ അതിനകത്ത് നമ്മൾ AC സപ്ലൈ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ലോസസ് ഒക്കെ കുറവായത് AC സപ്ലൈ ആയതുകൊണ്ട് നമ്മൾ യൂണിവേഴ്സലി AC സപ്ലൈ ആണ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമുകളെല്ലാം AC സപ്ലൈയിലാണ് ഓടുന്നത്. നമുക്ക് KSEB സപ്ലൈ അതോറിറ്റി ഇവിടെ നമുക്ക് തരുന്നതും AC സപ്ലൈ തന്നെയാണ്. അപ്പൊ ഈ LT സ്കീമുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന സപ്ലൈ വോൾട്ടേജ് 440 വോൾട്ട് ആണ്. അപ്പൊ 100 kVA വരെ കണക്റ്റഡ് ലോഡുള്ള മോട്ടോഴ്സ് ആണ് നമുക്ക് LT സ്കീമിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. താരതമ്യേന ചെറിയ സ്കീമുകളാണ് നമ്മൾ LT സ്കീമുകളായിട്ട് ഇതുപോലെ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് HT സ്കീം എന്ന് പറയും. ഹൈ ടെൻഷൻ സ്കീമുകളാണ് HT സ്കീമുകൾ. ടോട്ടൽ കണക്റ്റഡ് ലോഡ് 100 kVA കൂടുമ്പോൾ, അതായത് നമുക്ക് 100 HP അല്ലെങ്കിൽ 110 HP മുകളിലുള്ള ഒന്നിൽ കൂടുതൽ മോട്ടോഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് LT സപ്ലൈയിൽ അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമുക്ക് ഹയർ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ഉള്ള കണക്ഷൻ എടുക്കേണ്ടതായിട്ട് വരും.
അപ്പൊ അതിനെയാണ് നമ്മൾ HT സ്കീം എന്ന് പറയുന്നത്. ഇനി HT സ്കീമിൽ നമുക്ക് സപ്ലൈ അതോറിറ്റി തരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 11,000 വോൾട്ട് അല്ലെങ്കിൽ 11 kV ആണ് തരുന്നത്. അതും 3 ഫേസ്. അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് AC സപ്ലൈ ആണ് നമ്മൾ HT സ്കീമുകളിലേക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ HT സ്കീമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സപ്ലൈ അതോറിറ്റി നമുക്ക് 11 kV സപ്ലൈ തരുമ്പോൾ അതിനെ റെഡ്യൂസ് ചെയ്ത് ചെറിയ വോൾട്ടേജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് ഒരു 11 kV ബാർ 440 വോൾട്ടിന്റെ ട്രാൻസ്ഫോർമറും അതിന്റെ അനുബന്ധമായ പ്രൊട്ടക്ഷൻ, മീറ്ററിംഗ്, CT/PT തുടങ്ങിയ ആക്സസറീസ് എല്ലാം നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ചെലവിൽ നമ്മൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള സ്കീമുകളാണ് HT സ്കീമുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഹയർ കപ്പാസിറ്റി ഉള്ള മോട്ടോഴ്സ് ഉപയോഗിക്കേണ്ടതായിട്ട് വരുമ്പോൾ, കാരണം മോട്ടോഴ്സിന്റെ HP വരുന്നത് അതിന്റെ ഹെഡും ഡിസ്ചാർജും, നമുക്ക് എത്ര ഉയരത്തിലേക്ക് വെള്ളം ലിഫ്റ്റ് ചെയ്യണം, പിന്നെ എത്രത്തോളം വെള്ളം ലിഫ്റ്റ് ചെയ്യണം എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് മോട്ടറിന്റെ HP വരുന്നത്. അപ്പൊ HP അനുസരിച്ചാണ് കണക്ട് ലോഡ് വരുന്നത്. അപ്പൊ കൂടുതൽ HP ഉള്ള അല്ലെങ്കിൽ കൂടുതൽ വാട്ടർ ലിഫ്റ്റ് ചെയ്യേണ്ടതായ അവസരങ്ങളിൽ നമുക്ക് HT സ്കീമിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നു. അപ്പൊ ബേസിക് ആയിട്ട് ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമുകളെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് LT സ്കീം, മറ്റൊന്ന് HT സ്കീം. 440 വോൾട്ട് 3 ഫേസ് സപ്ലൈ 50 ഹെർട്സിൽ ഉപയോഗിക്കുന്ന ചെറിയ സ്കീമുകൾ, കണക്റ്റഡ് ലോഡ് 100 kVA വരെയുള്ള ചെറിയ മോട്ടോഴ്സ് ഓടിക്കുന്ന സ്കീമുകളാണ് LT സ്കീമുകൾ. അതുപോലെ തന്നെ 100 kVA കൂടുതൽ കണക്റ്റഡ് ലോഡുള്ള 11,000 വോൾട്ട് അല്ലെങ്കിൽ 11 kVയിൽ 3 ഫേസ് സപ്ലൈ നമ്മൾ ഉപയോഗിക്കുന്ന സ്കീമുകളാണ് HT സ്കീമുകൾ എന്ന് പറയുന്നത്. അപ്പോൾ HT സ്കീമുകളാകുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ട്രാൻസ്ഫോമറും അതിന്റെ അനുബന്ധ സാമഗ്രികളും അതാത് ഡിപ്പാർട്ട്മെന്റിന്റെ ചെലവിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നമ്മൾ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമുകളിൽ മേജറായിട്ട് ഉപയോഗിക്കുന്ന ഒരു കമ്പോണന്റ് ആണ് ഇലക്ട്രിക് മോട്ടോഴ്സ്. അപ്പൊ ബേസിക് ആയിട്ട് ഇലക്ട്രിക് മോട്ടോറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു എനർജി കൺവേർഷൻ ഡിവൈസ് ആണ്. അപ്പൊ നമുക്കറിയാം ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമുകളിൽ നമ്മൾ വാട്ടറിനെ ലിഫ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടറിനെ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എനർജി വേണം. അപ്പൊ നമ്മൾ ഇൻപുട്ട് എനർജി ആയിട്ട് ഉപയോഗിക്കുന്നത് ഇലക്ട്രിക്കൽ എനർജിയാണ്. നമ്മളപ്പോൾ ഇലക്ട്രിക്കൽ എനർജീനെ ആദ്യം ഒരു മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഇലക്ട്രിക് മോട്ടോർ. അങ്ങനെ മോട്ടോർ ഉണ്ടാക്കുന്ന ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ച് അതൊരു പമ്പായിട്ട് കപ്പിൾ ചെയ്തിട്ട് ആ പമ്പാണ് മെക്കാനിക്കൽ എനർജീനെ ഹൈഡ്രോളിക് എനർജിയാക്കി കൺവേർട്ട് ചെയ്ത് വാട്ടറിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് മോട്ടോർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എനർജി കൺവേർഷൻ ഡിവൈസ് ആണ്. നമ്മുടെ എല്ലാ LT ഇറിഗേഷൻ സ്കീമുകളിലും വാട്ടർ നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് മോട്ടോറിന്റെ സഹായത്തോട് കൂടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഇൻപുട്ട് എനർജി ആയിട്ട് ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് ഈ ഇലക്ട്രിക് മോട്ടോർ വാട്ടറിനെ ലിഫ്റ്റ് ചെയ്യും വിത്ത് ദ ഹെൽപ്പ് ഓഫ് പമ്പ്. പമ്പും ഇലക്ട്രിക് മോട്ടറും ഒരു കോമൺ ഷാഫ്റ്റ് വഴി കപ്പിൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ഇലക്ട്രിക് മോട്ടോറിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ആ ഒരു പ്രിൻസിപ്പിളിലാണ്, ഇൻഡക്ഷൻ പ്രിൻസിപ്പിളിലാണ് ഈ ഇലക്ട്രിക് മോട്ടോർ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇലക്ട്രിക് മോട്ടോറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പല ടൈപ്പിലുള്ള ഇലക്ട്രിക് മോട്ടോഴ്സ് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ഇറിഗേഷൻ സ്കീമുകളിൽ മേജർ ആയിട്ട് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. യൂണിവേഴ്സലി അവൈലബിൾ ആയിട്ടുള്ള മോട്ടോഴ്സിന്റെ ഒരു 90% ഇൻഡക്ഷൻ ടൈപ്പ് മോട്ടോഴ്സ് ആണ്. ഇൻഡക്ഷൻ മോട്ടോർ നമ്മൾ ഉപയോഗിക്കാനായിട്ടുള്ള മെയിൻ കാരണം അത് ചീപ്പാണ്, മെയിൻ്റനൻസ് വളരെ കുറവാണ്, ഈസിലി അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ മേജറായിട്ട് ഇൻഡക്ഷൻ മോട്ടോർ ഉപയോഗിക്കാനായിട്ട് കാരണം. ഇനി ഈ ഇൻഡക്ഷൻ മോട്ടറാണ് നമ്മൾ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻഡക്ഷൻ മോട്ടോർസ് ഉണ്ട്. അതിൽ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തരം മോട്ടറാണ് സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ. അങ്ങനെ സ്ക്വിറൽ ഗേജ് എന്ന പേര് വരാൻ കാരണം ഈ മോട്ടറിന് 2 പാർട്ടാണായിട്ടുള്ളത്. സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന ഒരു പാർട്ടും റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണ് മോട്ടറിന് ഉണ്ടായിരിക്കുക. അപ്പൊ സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന പാർട്ടിനെ നമ്മൾ സ്റ്റേറ്റർ എന്നും റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്ടിനെ നമ്മൾ റോട്ടർ എന്നും പറയും. അപ്പോൾ ഇതിന്റെ റോട്ടറിന്റെ കൺസ്ട്രക്ഷൻ ഒരു സ്ക്വിറൽ ഗേജ് പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇതിനെ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത്. അപ്പോൾ നാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റേഷനറി പാർട്ടും ഒരു റോട്ടറി പാർട്ടും ഉണ്ട്. പിന്നെ ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 2 എൻഡിലും 2 ബെയറിങ്സ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സെൻട്രലിൽ ഒരു ഷാഫ്റ്റ് ഉണ്ട്, ഷാഫ്റ്റിലാണ് റോട്ടർ മൗണ്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ 2 എൻഡിലും കവർ ഉണ്ടായിരിക്കും.
പിന്നെ മോട്ടറിൽ ഒരു ടെർമിനൽ ബ്ലോക്ക് ഉണ്ട്, ഇലക്ട്രിക്കൽ കണക്ഷൻ സ്റ്റേറ്ററിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഒരു ടെർമിനൽ ബ്ലോക്ക് ഉണ്ട്. പിന്നെ മോട്ടറിൽ കുറച്ച് കൂളിങ്ങിന് വേണ്ടിയിട്ട് അതിന്റെ സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫിൻസ് ആൻഡ് ഫ്ലാഞ്ചസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മോട്ടർ ഹീറ്റ് ആകുമ്പോൾ അതിന്റെ ഹീറ്റ് അറ്റ്മോസ്ഫിയറിക് എയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ചില മോട്ടറിൽ കൂളിങ്ങിന് വേണ്ടിയിട്ട് ഫാൻ കൊടുക്കാറുണ്ട്. ഇപ്പൊ കൺസ്ട്രക്ഷനിൽ പറയുകയാണെങ്കിൽ ഇത്രയാണ് പറയാനായിട്ടുള്ളത്. പിന്നെ സ്റ്റേറ്ററിൽ ഇതിന് വൈൻഡിങ് ഉണ്ടായിരിക്കും, റോട്ടറിൽ വൈൻഡിങ് ഇല്ല, സോളിഡ് കോപ്പർ ബാർസ് ഉപയോഗിച്ചിട്ടാണ് റോട്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇത്തരം മോട്ടോറുകളെയാണ് നമ്മൾ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത്. നമ്മുടെ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമുകളിൽ ഏകദേശം ഒരു 60 മുതൽ 70% മോട്ടറും ഈ ടൈപ്പ് മോട്ടോറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു ടൈപ്പ് മോട്ടറാണ് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ. അപ്പോൾ ഈ ഇൻഡക്ഷൻ മോട്ടറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്ററും റോട്ടറൊക്കെ ഇതിനുണ്ട്. പക്ഷെ റോട്ടറിൽ സോളിഡ് ബാൾസിന് പകരമായിട്ട് റോട്ടറിലും ഇതിന് സെപ്പറേറ്റ് ഒരു വൈൻഡിങ് ഉണ്ടായിരിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. റോട്ടറിലും സ്റ്റേറ്ററിലും വൈൻഡിങ് ഉണ്ട്. ഇനി റോട്ടർ വൈൻഡിങ്ങിന്റെ എൻഡ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ സ്ലിപ്പ് റിംഗ് വഴി പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ റോട്ടർ വൈൻഡിങ്ങിൽ നമുക്ക് പ്രത്യേകം റെസിസ്റ്റൻസ് എല്ലാം ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ റെസിസ്റ്റൻസ് ആഡ് ചെയ്തിട്ട് അതിന്റെ സ്റ്റാർട്ടിങ് കറണ്ട് കുറയ്ക്കാനും അതിന്റെ ടോർക്ക് കൂട്ടാനൊക്കെ ഉള്ള പ്രൊവിഷനുകൾ ഉണ്ട്. അപ്പൊ ഈ ടൈപ്പ് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറും നമ്മൾ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിൽ നമുക്ക് ഉപയോഗിക്കുന്നുണ്ട് ചില പ്രത്യേക അഡ്വാൻറ്റേജുകൾ ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമുകളുടെ ആദ്യത്തെ മേജർ കമ്പോണന്റ് ആണ് മോട്ടർ. അപ്പൊ മോട്ടറിനെ കുറിച്ചാണ് ഇത്ര നേരം പറഞ്ഞത്. ഇനി അടുത്തത് പമ്പ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോട്ടർ ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ മെക്കാനിക്കൽ എനർജീനെ ഹൈഡ്രോളിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് വാട്ടർ ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഡിവൈസ് ആണ് പമ്പ്. പമ്പിന് ഒരു ഷാഫ്റ്റ് ഉണ്ടായിരിക്കും. ഈ പമ്പ് ഷാഫ്റ്റ് മോട്ടറായിട്ട് കപ്പിൾ ചെയ്തിട്ടുണ്ടായിരിക്കും. പമ്പിന്റെ ഒരു മേജർ കമ്പോണന്റ് എന്ന് പറയുന്നത് അതിന്റെ ഇമ്പല്ലർ ആണ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ പമ്പിന്റെ ഉള്ളിൽ ഒരു റോട്ടറി വീല് ഉണ്ട്. ആ റോട്ടറി വീലാണ് ഇമ്പല്ലർ എന്ന് പറയപ്പെടുന്നത്. അപ്പൊ ഈ ഇമ്പല്ലർ ആണ് വാട്ടർ ലിഫ്റ്റ് ചെയ്തിട്ട് ഡെലിവറി സൈഡിലേക്ക് കൊടുക്കുന്നത്. പമ്പിന് 2 സൈഡ് ഉണ്ട്. ഇത് സക്ഷൻ സൈഡ് എന്ന് പറയും. സക്ഷൻ സൈഡ് ആണ് സക്ഷൻ പൈപ്പ് വഴി നമ്മൾ സമ്പിലേക്ക് അല്ലെങ്കിൽ പുഴയിലേക്ക് കൊടുക്കുന്നത്. ഡെലിവറി സൈഡ് പൈപ്പ് വഴിയാണ് നമ്മൾ ഡിസ്ചാർജ് സൈഡിലേക്ക് കനാലിലേക്ക് പോകുന്നത്. അപ്പോൾ വാട്ടർ ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ സഹായിക്കുന്ന ഒരു ഡിവൈസ് ആണ് പമ്പ്. പിന്നെ ഈ പമ്പ് തന്നെ 1-2 ടൈപ്പ് ഉണ്ട്. എൻഡ് സെക്ഷൻ അതുപോലെ സ്പ്ലിറ്റ് കേസ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ടൈപ്പ് ഉണ്ട്, അത് വരുന്നുണ്ട്. ഇതാണ് സ്പ്ലിറ്റ് കേസ് പമ്പ്. അപ്പൊ ഈ സ്പ്ലിറ്റ് കേസ് പമ്പിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിനകത്ത് കണ്ട ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ മോട്ടറും പമ്പും തമ്മിൽ ഒരു 90 ഡിഗ്രിയിലായിരിക്കും ഇരിക്കുക. പമ്പ് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് പോകും, മോട്ടർ 90 ഡിഗ്രിയിലായിരിക്കും ഇരിക്കുക. അപ്പൊ ഇത്തരം പമ്പുകളെയാണ് നമ്മൾ സ്പ്ലിറ്റ് കേസ് പമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്പ്ലിറ്റ് കേസ് പമ്പ് എന്ന് പറയുമ്പോൾ രണ്ടും സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുക. അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഹൈ ലെവൽ വാട്ടർ, കൂടുതൽ വാട്ടർ ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഇതിനെ സഹായിക്കും. അപ്പൊ നമുക്ക് കൂടുതൽ ഡിസ്ചാർജ് വേണ്ട, നമുക്ക് ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമിൽ നല്ല സ്പേസും വേണ്ടി വരും. കൂടുതൽ വാട്ടർ ലിഫ്റ്റ് ചെയ്യേണ്ടതായ അവസരങ്ങളിലാണ് നമ്മൾ ഇതുപോലെ സ്പ്ലിറ്റ് കേസ് പമ്പ് ഉപയോഗിക്കുന്നത്, ഹൈ ഡിസ്ചാർജ് വേണ്ടപ്പോൾ. ഇനി ലോ ഡിസ്ചാർജ് വേണ്ട കേസിൽ നമുക്ക് സ്പേസ് കൺസ്ട്രെയിൻ ഉള്ള സ്ഥലത്താണ് ഇതുപോലെ എൻഡ് സെക്ഷൻ പമ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് സ്പേസ് മതി. അതായത് ഇതും എല്ലാം ഒരേ നേർരേഖയിൽ തന്നെ ആയിരിക്കും ഇത് വരാം. ഡിസ്ചാർജ് കുറവുള്ള സ്ഥലങ്ങളിലും സ്പേസ് കുറവുള്ള സ്ഥലങ്ങളിലുമാണ് നമ്മൾ ഇതുപോലെ എൻഡ് സെക്ഷൻ പമ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പമ്പ് 2 ടൈപ്പ് ഉണ്ട്, സ്പ്ലിറ്റ് കേസ് പമ്പ്, എൻഡ് സെക്ഷൻ പമ്പ്. അങ്ങനെയുള്ള 2 ടൈപ്പ് പമ്പുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ പമ്പുകളെല്ലാം സെൻട്രിഫ്യൂഗൽ ടൈപ്പ് പമ്പുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ സെൻട്രിഫ്യൂഗൽ പമ്പിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാട്ടർ ലിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ പ്രൈമിങ് ചെയ്യാന്ന് പറയും. അതായത് അതിന്റെ ഇമ്പല്ലറിലും സക്ഷൻ പൈപ്പിലും എയർ ബബിൾസ് ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോ നമ്മൾ വീട്ടിലൊക്കെ പമ്പ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതിനകത്ത് ഒരു ഫുഡ് വാൽവ് ഉണ്ടാവും. പിന്നെ നമ്മൾ അതിനകത്ത് സക്ഷൻ സൈഡിൽ വെള്ളം നിർത്തിയാൽ മാത്രമേ അതിനകത്ത് എയർ ബബിൾ ഉണ്ടെങ്കിൽ മോട്ടർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടർ വെറുതെ കറങ്ങുള്ളൂ, പമ്പ് വാട്ടർ ലിഫ്റ്റ് ചെയ്യില്ല.
അപ്പൊ എന്നതുപോലെ തന്നെ നമ്മുടെ ഈ മോട്ടറിലും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ളിലുള്ള ഒരു വാക്വം സൃഷ്ടിച്ച് എയർ ബബിൾ എല്ലാം എടുത്ത് കളഞ്ഞ് ഫുള്ളായിട്ട് ഏത് ലിക്വിഡ് ആണോ ലിഫ്റ്റ് ചെയ്യേണ്ടത് ആ ലിക്വിഡ് അതിനകത്ത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ ഈ പമ്പ് വാട്ടർ ലിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന നമ്മൾ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമിൽ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് വാക്വം പമ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ധർമ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പമ്പ് സെറ്റിന് ആവശ്യമായ വാക്വം ക്രിയേറ്റ് ചെയ്ത് എയർ ബബിൾസിനെ റിമൂവ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമിൽ വാക്വം പമ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മെയിൻ പമ്പില് വാക്വം ക്രിയേറ്റ് ചെയ്ത് എയർ ബബിൾസിനെ റിമൂവ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് വാക്വം പമ്പ് ഉപയോഗിക്കുന്നത്. അപ്പൊ വാക്വം പമ്പ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് അവിടെ വാട്ടർ ലിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സാധാരണ രീതിയിൽ ഒന്നിൽ കൂടുതൽ മോട്ടറുകൾ ഉണ്ടെങ്കിൽ നമ്മൾ വാക്വം പമ്പും ഒന്നിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. കാരണം വാക്വം പമ്പ് വർക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ അവിടെ ഒരു പമ്പും വർക്ക് ചെയ്യാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ വാക്വം പമ്പും ഒരു ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വരുന്നത് മെയിൻ സ്വിച്ചസ്, അതായത് നമ്മുടെ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമിലേക്ക് വരുന്ന ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സപ്ലൈനെ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് മെയിൻ്റെനൻസ് ഒക്കെ വരുന്ന സമയത്ത് സേഫ് ആയിട്ട് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സപ്ലൈ ഓഫ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് മെയിൻ സ്വിച്ചസ്. അപ്പൊ അത് രണ്ട് ടൈപ്പ് ഉണ്ട്. പഴയ ടൈപ്പാണ് ICTP, അയൺ ക്ലാഡ് ട്രിപ്പിൾ പോൾ മെയിൻ സ്വിച്ച്. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ടൈപ്പ് പഴയ ടൈപ്പ് മെയിൻ സ്വിച്ച് ആണ്. പിന്നെ ഇതുപോലുള്ള MCB ടൈപ്പും ഇപ്പൊ വരുന്നുണ്ട്. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് മോട്ടറിലേക്കുള്ള സപ്ലൈനെ ഐസൊലേറ്റ് ചെയ്യാനായിട്ട് ആവശ്യ സമയത്ത് ഐസൊലേറ്റ് ചെയ്യാനും ഉപയോഗിക്കാനും സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമിൽ കണ്ടുവരുന്ന ഒരു മേജർ കമ്പോണന്റ് ആണ് സ്റ്റാർട്ടേഴ്സ്. മോട്ടറുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് സ്റ്റാർട്ടർ. നമ്മൾ സ്റ്റാർട്ടർ എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് ഉദ്ദേശിച്ചാല് നമ്മുടെ മോട്ടോർ സ്റ്റാൻഡ് സ്റ്റിൽ ആയിട്ട് സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുന്ന അവസ്ഥയിൽ നിന്നും മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം ടോർക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് അത് കൂടുതൽ കറണ്ട് എടുക്കും. അങ്ങനെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന അവസരത്തിൽ കൂടുതൽ കറണ്ട് എടുക്കുമ്പോൾ ലൈനിൽ വലിയ തോതിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകാനും അതേ ലൈനിൽ പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മറ്റ് ആൾക്കാരുടെ ഡിവൈസസിന്റെ പെർഫോമൻസിനെ അത് ബാധിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ മോട്ടറിന് ഒരു സ്മൂത്ത് സ്റ്റാർട്ടിങ് കിട്ടാനും ഇനീഷ്യലി മോട്ടർ എടുക്കുന്ന വലിയ കറണ്ടിനെ കുറയ്ക്കുവാനും വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ടേഴ്സ് ഉപയോഗിക്കുന്നത്. മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനീഷ്യലായിട്ട് ഉണ്ടാവുന്ന വലിയ കറണ്ട്, ഇനീഷ്യൽ ഇൻട്രഷ് കറണ്ടിനെ കുറയ്ക്കാനും ഹെവി ആയിട്ട് ഉണ്ടാവുന്ന വോൾട്ടേജ് ഡ്രോപ്പിനെ, നമ്മൾ വീട്ടിലൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം, പെട്ടെന്ന് മോട്ടോർ ഓൺ ചെയ്യുന്ന അവസരത്തിൽ നമ്മുടെ ബൾബൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ബ്ലിങ്ക് ചെയ്ത് മിന്നി ഒന്ന് കുറയുന്നത് നമ്മൾ കാണാം. അപ്പൊ നമ്മുടെ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമുകളിലെ 100 HP 150 HP വലിയ മോട്ടോറുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന അവസരത്തിൽ അവിടെ വലിയ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുകയും അത് അതേ ലൈനിൽ കണക്ട് ചെയ്തിട്ടുള്ള മറ്റ് ഡിവൈസസിന്റെ പെർഫോമൻസിനെ ബാധിക്കുകയും ചെയ്യും. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഹെവി കറണ്ട് ഉണ്ടാകുമ്പോൾ അത് വലിയ ഇലക്ട്രിക്കൽ ലോസസ് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയുള്ള ലോസസിനെ കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടും കൂടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ടേഴ്സ് ഉപയോഗിക്കുന്നത്. പിന്നെ മോട്ടറിന്റെ ചെറിയ തോതിലുള്ള പ്രൊട്ടക്ഷൻ എല്ലാം സ്റ്റാർട്ടേഴ്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ സിംഗിൾ ഫേസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 3 ഫേസ് മോട്ടറാണ്, 3 ഫേസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ മോട്ടോർ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരു ഫേസിലെ സപ്ലൈ എങ്ങാനും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോട്ടോർ ഓവർലോഡഡ് ആവും. അപ്പൊ 2 ഫേസിൽ മോട്ടോർ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിലെ കറണ്ടുകൾ കൂടാനും മോട്ടറിലെ വൈൻഡിങ് എല്ലാം കത്തിപ്പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ സിംഗിൾ ഫേസിങ് സംഭവിച്ചാൽ ഏതെങ്കിലും ഒരു ഫേസ് മാത്രമായിട്ട് പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ടർ അത് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് സ്റ്റാർട്ടർ സ്വയം ഓഫ് ആവുകയും മോട്ടറിനെ ഇലക്ട്രിക്കലി ഐസൊലേറ്റ് ചെയ്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ കൂടി സ്റ്റാർട്ടറിനുണ്ട്. പിന്നെ മോട്ടോർ ഓവർലോഡ് ആവും. ഇപ്പൊ പുഴയിലൊക്കെ കൂടുതൽ വെള്ളമുള്ള സമയത്ത് ഹെവി ആയിട്ട് ഇത് ഡിസ്ചാർജ് ഒക്കെ വരുന്ന സമയത്ത് ഒരു പക്ഷെ മോട്ടോർ ഓവർലോഡ് ആവും. അപ്പൊ മോട്ടോർ ഓവർലോഡ് ആവുമ്പോൾ മോട്ടോർ കൂടുതൽ കറണ്ട് എടുക്കുന്ന അവസരത്തിൽ ഈ സ്റ്റാർട്ടറിൽ ഒരു ബയോമെറ്റാലിക് സ്ട്രിപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബയോമെറ്റാലിക് സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ 2 കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ഡിഫറെന്റ് ആയ 2 മെറ്റൽ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ തെർമൽ എക്സ്പാൻഷന്റെ വേരിയേഷൻ അനുസരിച്ചിട്ട് അത് ഓപ്പൺ ആവുകയും അങ്ങനെ മോട്ടറിനെ അത് ഐസൊലേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ സ്റ്റാർട്ടർ ഇനീഷ്യലി ഉണ്ടാവുന്ന ഹെവി ഇൻട്രഷ് കറണ്ടിനെ കുറയ്ക്കും, ഹെവി വോൾട്ടേജ് ഡ്രോപ്പിനെ ഇല്ലാതാക്കും.
പിന്നെ സിംഗിൾ ഫേസിങ്, അതേപോലെ പ്രൊട്ടക്ഷൻ, ഓവർലോഡ് തുടങ്ങിയ പ്രൊട്ടക്ഷനും നമുക്ക് സ്റ്റാർട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ സ്റ്റാർട്ടേഴ്സ് ഇല്ലാണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മോട്ടറിനെ ഒരിക്കലും ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇത്രയാണ് സ്റ്റാർട്ടറിന്റെ മേജർ ഫങ്ഷൻസ്. ഇനി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റാർട്ടേഴ്സ് നമ്മൾ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സ്ക്വിറൽ ഗേജ് മോട്ടോർ, നേരത്തെ പറഞ്ഞ പോലെ സ്ക്വിറൽ ഗേജ് മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മോട്ടറാണ് DOL സ്റ്റാർട്ടർ, ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ, സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ, ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ. ഈ 3 ടൈപ്പ് സ്റ്റാർട്ടറാണ് നമ്മൾ സ്ക്വിറൽ ഗേജ് മോട്ടറിനെ സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. DOL സ്റ്റാർട്ടർ, സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ആൻഡ് ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ. അതിനകത്ത് DOL സ്റ്റാർട്ടറിന്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന. DOL സ്റ്റാർട്ടർ എന്ന് വെച്ചാൽ നോർമലി 5 HP വരെയുള്ള ചെറിയ മോട്ടോഴ്സിനെ സ്റ്റാർട്ട് ചെയ്യാൻ മാത്രമേ ഇത് ഉപയോഗിച്ചിട്ട് പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമുകളിൽ വാക്കം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാക്കം മോട്ടോർ ഉപയോഗിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഈ വാക്കം മോട്ടോർ 5 HP വാക്കം മോട്ടറാണ് നോർമലി ഉപയോഗിക്കാം. ഇനി കപ്പാസിറ്റി കൂടിയ 7.5 HP അപ് ടു എ മാക്സിമം 10 HP വരെയുള്ള വാക്കം മോട്ടറുകൾ അപൂർവമായിട്ട് കാണാറുണ്ട്. നോർമലി 5 HP വാക്കം മോട്ടറാണ് എല്ലാ സ്കീമുകളിലും ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള വാക്കം മോട്ടറിനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് DOL സ്റ്റാർട്ടർ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് വളരെ 5 HP വരെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ വളരെ സിമ്പിൾ കൺസ്ട്രക്ഷൻ ആണ്. എന്തെങ്കിലും ഫോൾട്ട് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ലോ കോസ്റ്റ് ആണ്. പക്ഷെ 5 HPക്ക് മുകളിൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ വരുന്നത് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ആണ്. അപ്പൊ ഇതൊരു 5 HP മുതൽ 20 HP വരെയുള്ള മോട്ടോറുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടേഴ്സിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 3 ഫേസ് സർക്യൂട്ടിനെ 2 രീതിയിൽ കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. സ്റ്റാറിലും കണക്ട് ചെയ്യാം, ഡെൽറ്റയിലും കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ 2 കണക്ഷൻ ഉണ്ട്, സ്റ്റാർ കണക്ഷനും ഡെൽറ്റ കണക്ഷനും. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറിൽ കറണ്ട് കുറവായിരിക്കും, ഡെൽറ്റയിൽ കറണ്ട് കൂടുതലായിരിക്കും. സ്റ്റാറിൽ ടോർക്ക് കുറവായിരിക്കും, പക്ഷെ ഡെൽറ്റയിൽ ടോർക്ക് കൂടുതലായിരിക്കും. അപ്പൊ മോട്ടോർ നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് റൺ ചെയ്യേണ്ടത് ഡെൽറ്റയിലാണ്. അപ്പൊ ഇനീഷ്യലി മോട്ടറിന്റെ സ്പീഡ് ഗെയിൻ ചെയ്യുന്നത് വരെ നമ്മൾ മോട്ടറിനെ സ്റ്റാറിൽ ഓപ്പറേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് മോട്ടറിന്റെ റേറ്റഡ് സ്പീഡിന്റെ ഒരു 80% ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മോട്ടർ ഡെൽറ്റയിലേക്ക് മാറ്റും. അങ്ങനെ ഒരു പ്രിൻസിപ്പിളിലാണ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ഉപയോഗിക്കുന്നത്. ഇത് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാർട്ടറാണ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ. പിന്നെ 20 HPക്ക് മുകളിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇതിന്റെ ഓട്ടോമാറ്റിക് കുറച്ച് പ്രൊട്ടക്ഷൻ ഒക്കെ ആഡ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ഉണ്ട്. അതാകുമ്പോൾ നമുക്ക് 20 HPയുടെ മുകളിലും ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമുകളിൽ ഇതുപോലെ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറുകളും നോർമലി കാണാറുണ്ട്. പിന്നെ ഉള്ളതാണ് ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ. ഇത് 20 HPക്ക് മുകളിലുള്ള എല്ലാ മോട്ടോറുകൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ സ്റ്റാർട്ടറിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇതിൽ ട്രാൻസ്ഫോർമർ ആക്ഷൻ ആണ് നടക്കുന്നത്. ഇതിനുള്ളിൽ ഒരു വൈൻഡിങ് ഉണ്ട്. മോട്ടറിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജിനെ ഇനീഷ്യലി കൺട്രോൾ ചെയ്തുകൊണ്ട് കറണ്ട് കുറയ്ക്കുന്ന, അതിന്റെ നമ്പർ ഓഫ് ടാപ്പിംഗ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് വേരിയേഷൻ വരുത്തിയിട്ട് വോൾട്ടേജ് കുറച്ചുകൊണ്ട് കറണ്ട് കുറയ്ക്കുന്ന ഒരു മെത്തേഡിലാണ് ഈ ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് ഓയിൽ ഇമ്മേഴ്സ്ഡ് ആയിരിക്കും. അതിന്റെ കൂളിങ്ങിനും പിന്നെ ആർക്കിംഗ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടറിൽ നമ്മൾ ഓയിൽ എല്ലാം ഫില്ല് ചെയ്തിരിക്കും. അപ്പൊ ഈ ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടറും നമ്മൾ ഇൻവേരിയബിളി പല സ്കീമുകളിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ 3 സ്റ്റാർട്ടറാണ് DOL സ്റ്റാർട്ടർ, സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ, ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ. ഈ 3 സ്റ്റാർട്ടറാണ് നമ്മൾ മേജർ ആയിട്ട് ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമുകളിൽ സ്ക്വിറൽ ഗേജ് മോട്ടോറിനെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ കുറച്ച് സ്ലിപ്പറിംഗ് മോട്ടോഴ്സ് ഉണ്ട്. ആ സ്ലിപ്പറിംഗ് മോട്ടോഴ്സിനെ സ്റ്റാർട്ട് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പൊ സ്ലിപ്പറിംഗ് മോട്ടറിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, റോട്ടറിലും സെപ്പറേറ്റ് വൈൻഡിങ് ഉണ്ട്. ആ വൈൻഡിങ്ങിന്റെ കണക്ഷൻ നമുക്ക് സ്ലിപ്പറിംഗ് വഴി പുറത്തേക്ക് എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ സ്ലിപ്പറിംഗ് വഴി പുറത്തേക്ക് എടുത്തിട്ട് അതിനകത്ത് നമുക്ക് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ട് സ്റ്റാർട്ടിംഗ് സമയത്ത് ഒരു ഹെവി റെസിസ്റ്റൻസ് റോട്ടറിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് കറണ്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ ചില അവസരങ്ങളിൽ സ്റ്റേറ്ററിലും റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇതാണ് ഒരു റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ. ഇങ്ങനെ ഒരു പെട്ടി പോലെ ആയിരിക്കും ഇരിക്കുക. നമ്മൾ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമുകളിൽ സാധാരണ ഉണ്ടാവാറുണ്ട്. അപ്പോൾ റോട്ടർ സർക്യൂട്ട് ഈ സ്റ്റാർട്ടർ വഴി ത്രൂ ആക്കിക്കൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് കറണ്ട് കുറയ്ക്കുന്നത്. പിന്നെ സ്റ്റേറ്ററിൽ ഈ മെത്തേഡ് ഇപ്പൊ സാധാരണ ഉപയോഗിക്കാറില്ല. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ്. നമ്മുടെ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമുകളിൽ സ്റ്റേറ്റർ റെസിസ്റ്റൻസ് ഉപയോഗിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മെത്തേഡ് ഇപ്പോൾ നിലവിൽ ഇല്ല. ഇനി അടുത്ത് ഫ്യൂസ് ആൻഡ് സർക്യൂട്ട് ബ്രേക്കേഴ്സ്. നമ്മൾ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമുകളുടെ പാനൽ ബോർഡിൽ ഉണ്ടാവുന്ന ഫ്യൂസും സർക്യൂട്ട് ബ്രേക്കറുകളും ഉണ്ടാവും. അപ്പൊ ഫ്യൂസ് ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആണ്. അതായത് എന്തെങ്കിലും തകരാറുകളോ
അല്ലെങ്കിൽ എർത്തോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ, ഫോൾട്ടോ ഉണ്ടായി കഴിഞ്ഞാൽ ഹെവി കറണ്ട് വലിക്കും. അങ്ങനെ ഹെവി കറണ്ട് വലിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോട്ടറും ബാക്കി പാനലിലെ കമ്പോണൻസ് എല്ലാം തകരാറാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് അതിനെ പ്രൊട്ടക്ട് ചെയ്യണം. നമ്മുടെ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീം ഡിസൈൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ആ ഡിവൈസ് ഓപ്പറേറ്റ് ചെയ്യേണ്ടുന്ന ഒരു കറണ്ട് ഉണ്ട്. ആ കറണ്ടിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഫ്യൂസ് അത് സെൻസ് ചെയ്തുകൊണ്ട് അത് സ്വയം ബ്രേക്കായി സർക്യൂട്ടിനെ ഐസൊലേറ്റ് ചെയ്യും. അങ്ങനെയുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസിനെയാണ് നമ്മൾ ഫ്യൂസ് എന്ന് പറയുന്നത്. അത് എല്ലാ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമുകളിലും ഉണ്ടായിരിക്കും. പല ടൈപ്പ് ഫ്യൂസുകൾ ഉണ്ട്. റീവയറബിൾ ഫ്യൂസ്, അത് ഒരു തവണ കത്തിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ റീവയർ ചെയ്ത് ഉപയോഗിക്കാം. കിറ്റ്കാറ്റ് ടൈപ്പ് ഫ്യൂസ് ഉണ്ട്. പിന്നെ HRC ഫ്യൂസ് ഉണ്ട്. HRC ഫ്യൂസുകളാണ് സാധാരണ രീതിയിൽ നമ്മൾ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമുകളിൽ ഉപയോഗിക്കുന്നത്. അതാണ് ഫ്യൂസ്. അപ്പൊ ഒരു തവണ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്യൂസ് നമ്മൾ മാറ്റിയിടണം. അതാണ് ഫ്യൂസിന്റെ പ്രത്യേകത. പിന്നെ സർക്യൂട്ട് ബ്രേക്കറും ഫ്യൂസിന്റെ അതേ ഫംഗ്ഷൻ തന്നെയാണ്. എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് ബ്രേക്കർ സ്വയം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് സർക്യൂട്ടിനെ ഐസൊലേറ്റ് ചെയ്യും, ഫോൾട്ടിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ സർക്യൂട്ട് ബ്രേക്കർ നമ്മൾ റീവയർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് റീസെറ്റ് ചെയ്താൽ നമുക്കത് ഓടിക്കാൻ പറ്റും. അതാണ് ഫ്യൂസും സർക്യൂട്ട് ബ്രേക്കറും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഫ്യൂസും സർക്യൂട്ട് ബ്രേക്കറും പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആണ്. ഏതെങ്കിലും തരത്തിലുള്ള തകരാറുകളോ കംപ്ലൈന്റുകളോ മൂലം എക്സസീവ് കറണ്ട് ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷനിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായാൽ സ്വയം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് സർക്യൂട്ടിനെ ഐസൊലേറ്റ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഒരു ധർമ്മമാണ് ഫ്യൂസും സർക്യൂട്ട് ബ്രേക്കറും ചെയ്യുന്നത്. അപ്പൊ ഇതും കോമൺ ആയിട്ട് ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമുകളിൽ ഉണ്ടാവുന്നതാണ്. ഇനി അടുത്തതാണ് എർത്തിങ്. എർത്തിങ് ഒരു ലിഫ്റ്റ് ഇറിഗേഷൻ അല്ലെങ്കിൽ ഏത് ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷനെ സംബന്ധിച്ചിടത്തോളം എർത്തിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ പമ്പ് ഹൗസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ സൈഡിൽ എവിടെയെങ്കിലും എർത്ത് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ എർത്തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു, എന്തെങ്കിലും എക്സസീവ് കറണ്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ ഫ്യൂസ് ആക്ട് ചെയ്യണം, സെൻസ് ചെയ്യും. അപ്പൊ ഈ എക്സസീവ് കറണ്ട് നമുക്ക് സേഫ് ആയിട്ട് ഡിസിപ്പേറ്റ് ചെയ്ത് കളയണം. അങ്ങനെ ഡിസിപ്പേറ്റ് ചെയ്ത് കളയുന്നത് നമ്മൾ എർത്തിലേക്കാണ്. അപ്പൊ എർത്തിലേക്ക് ഡിസിപ്പേറ്റ് ചെയ്യാൻ വെച്ചാൽ എർത്ത് 0 പൊട്ടൻഷ്യലിലാണ് എർത്ത് ആക്ട് ചെയ്യുക. അപ്പൊ വരുന്ന ഹെവി ഇൻട്രസ്റ്റ് കറണ്ട് അല്ലെങ്കിൽ ഹെവി ഫോൾട്ട് കറണ്ട് നേരെ എർത്തിലേക്ക് വേണം നമുക്ക് ഡിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ ഡിസിപ്പേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 ടൈപ്പ് എർത്തിങ് ആണ് സാധാരണ ഉപയോഗിക്കാറ്. പ്ലേറ്റ് എർത്തിങ്ങും പൈപ്പ് എർത്തിങ്ങും. ഈ 2 ടൈപ്പ് എർത്തിങ് ആണ് മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനകത്ത് ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമുകളിൽ നമ്മൾ പ്ലേറ്റ് എർത്തിങ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്ലേറ്റ് എർത്തിങ്ങിന്റെ ചിത്രമാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ കോപ്പർ പ്ലേറ്റിന്റെ സൈസ് ആണ് കൊടുത്തിരിക്കുന്നത്. 600 mm × 600 mm × 3.15 mm സൈസിലുള്ള കോപ്പർ പ്ലേറ്റ് ആണ്. നമ്മൾ അതിന് ഒരളവൊക്കെ ഉണ്ട്, എത്ര ഭൂമിയിലേക്ക് താഴ്ത്തി വെക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ അത് അവിടുത്തെ സോയിൽ റെസിസ്റ്റിവിറ്റി ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടാണ് എർത്ത് ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ എർത്തിങ് ചെയ്യാറ്. അപ്പൊ മോയ്സ്ചർ കണ്ടന്റ് കുറയുന്ന അവസരങ്ങളിൽ എർത്ത് റെസിസ്റ്റൻസ് ഒരുപാട് വേരി ചെയ്യാറുണ്ട്. അപ്പൊ അത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാറൊക്കെ ഉണ്ട് നല്ല കടുത്ത വേനൽക്കാലത്തൊക്കെ. അപ്പൊ ഈ എർത്തിങ്ങും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എർത്ത് റെസിസ്റ്റൻസ് എത്ര കുറവായിരിക്കുന്നോ അത്രയും നല്ലതാണ്. പിന്നെ എർത്ത് റെസിസ്റ്റൻസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അതിനകത്ത് സാൾട്ട്, ചാർക്കോൾ, സാൻഡ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഒന്നിൽ കൂടുതൽ എർത്ത് ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമുകളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നോർമലി സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് എല്ലാ മോട്ടറിനും ഡബിൾ എർത്ത് വേണമെന്നാണ്. അതിന്റെ ബോഡിയും മെറ്റാലിക് പാർട്ട് എല്ലാം 2 സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്ട് എർത്തിലേക്ക് നോർമലി കൊടുക്കും. അതായത് ഒരു എർത്ത് ഫെയിൽ ആയാലും മറ്റേ എർത്ത് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമിനെ സംബന്ധിച്ചിടത്തോളം എർത്തിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത് വരുന്നതാണ് കപ്പാസിറ്റേഴ്സ്. കപ്പാസിറ്റേഴ്സും ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമുകളിൽ കാണും. അപ്പൊ കപ്പാസിറ്റേഴ്സ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ പവർ ഫാക്ടർ കറക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ കപ്പാസിറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ പവർ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഫാക്ടർ ദാറ്റ് ഡിസൈഡ്സ് പവർ ഇൻ ആൻ AC സർക്യൂട്ട്. അതായത് ഒരു AC സർക്യൂട്ടിലെ പവർ, കൺസ്യൂം ചെയ്യപ്പെടുന്ന പവർ എത്രയാണ് എന്ന് തീരുമാനിക്കപ്പെടുന്ന ഫാക്ടറാണ് പവർ ഫാക്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പവർ ഫാക്ടറിന്റെ ഏറ്റവും നല്ല വാല്യൂ എന്ന് പറയുന്നത് യൂണിറ്റി ആണ്, 1 ആണ്. പിന്നെ പവർ ഫാക്ടർ 1ൽ താഴെ പോവും, മേലെ പോവും. അപ്പൊ അതിനെ ലാഗിങ് അല്ലെങ്കിൽ ലീഡിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലോഡിനെ ഡിപ്പെൻഡ് ചെയ്താണ് പവർ ഫാക്ടർ വരുന്നത്. അപ്പോ ഇൻഡക്റ്റീവ് ടൈപ്പ് ലോഡ് ആണെങ്കിൽ പവർ ഫാക്ടർ ലാഗിങ്ങും, കപ്പാസിറ്റീവ് ടൈപ്പ് ലോഡ് ആണെന്നുണ്ടെങ്കിൽ കപ്പാസിറ്റർ ലീഡിങ്ങും ആവും. അപ്പൊ പവർ ഫാക്ടർ യൂണിറ്റി ആയാൽ മാത്രമേ നമുക്ക് മാക്സിമം പവർ കൺസ്യൂം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ KSEB നമുക്ക് 100 kVA പവർ തന്നു. പക്ഷെ നമ്മുടെ പവർ ഫാക്ടർ 0.8 ലാഗിങ് ആണെന്നുണ്ടെങ്കിൽ 80
KVA നമുക്ക് അതിനകത്ത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 80 കിലോ വാട്ടേ നമുക്ക് കിട്ടുള്ളൂ. 100 KVA തന്നാലും 80 കിലോ വാട്ട് മാത്രമേ നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ. പവർ ഫാക്ടറി യൂണിറ്റി ആയാൽ മാത്രമേ നമുക്ക് 100ൽ 100ഉം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. ബാക്കിയുള്ളത് വേസ്റ്റ് ഓഫ് എനർജിയാണ്. അപ്പൊ നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറുകളെല്ലാം ലാഗിങ് പവർ ഫാക്ടറിയിൽ ഓടുന്ന മോട്ടോഴ്സ് ആണ്. ഇൻഡക്ഷൻ മോട്ടറിന്റെ നോർമൽ പവർ ഫാക്ടറി പറയുന്നത് 0.8, 0.75 ആ റേഞ്ചിലാണ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ഓടാം. അപ്പൊ നമ്മൾ ഈ കപ്പാസിറ്റർ പവർ ഫാക്ടറിനെ യൂണിറ്റിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ കപ്പാസിറ്റർ എല്ലാം ലീഡിങ് പവർ ഫാക്ടർ തരുന്ന ഡിവൈസസ് ആണ് കപ്പാസിറ്റർ. അപ്പൊ നമ്മൾ മോട്ടറിന് പാരലൽ ആയിക്കൊണ്ട് ആവശ്യമായ മൈക്രോഫാരഡ് കപ്പാസിറ്റൻസ് ഉള്ള കപ്പാസിറ്ററിന് മോട്ടറിന് പാരലൽ ആയിക്കൊണ്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഓവറോൾ പവർ ഫാക്ടർ വരുമ്പോൾ അത് യൂണിറ്റിയിലേക്ക് അടുത്ത് നിൽക്കുകയും നമുക്ക് മാക്സിമം പവർ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. നമ്മുടെ ഇപ്പോൾ KSEB ഒക്കെ ബില്ല് വരുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അതിനകത്ത് പെനാൽറ്റി എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ടാവും. അപ്പൊ ഈ പവർ ഫാക്ടർ വാല്യൂ അവർ റീഡിങ് എടുക്കുമ്പോൾ നോക്കും. അപ്പൊ പവർ ഫാക്ടർ 0.95 ആണ് KSEB പറയുന്നത്. 0.95ൽ താഴെ പോയി കഴിഞ്ഞാൽ അതിനൊരു പെനാൽറ്റി നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമുകളുടെ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ കിട്ടുമ്പോൾ ജസ്റ്റ് നോക്കാം, അതിനകത്ത് പവർ ഫാക്ടർ കുറഞ്ഞുകൊണ്ട് പെനാൽറ്റി പിടിക്കണ്ടോ നോക്കാം. അപ്പൊ പെനാൽറ്റി ഉണ്ടെങ്കിൽ അത് കൺസേൺഡ് ഇലക്ട്രിക്കൽ വിങ്ങിനെ അറിയിച്ചുകൊണ്ട് അവിടെ പ്രോപ്പർ ആയിട്ടുള്ള കപ്പാസിറ്റർ ഇൻസ്റ്റാൾ ചെയ്ത് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്താൽ നമുക്ക് പെനാൽറ്റി ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇത്രയാണ് പറയാനായിട്ടുള്ളത്. ഇനി ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചോദിക്കാം. ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതുണ്ടെങ്കിൽ പറയാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ പാർട്ടിസിപ്പൻസ്. സാറേ, നമ്മുടെ LT HT 2 കണക്ഷൻ ആണല്ലോ നമുക്കുള്ളത്. അതെ അതെ. അപ്പൊ ഈ രണ്ടിലും നമ്മൾ അൾട്ടിമേറ്റ്ലി 440 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ HT വരുന്നത്? അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ നോർമൽ LT സപ്ലൈ എന്ന് പറയുമ്പോൾ KSEBയുടെ ട്രാൻസ്ഫോമറിൽ നിന്ന് ഒരുപാട് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിനും എല്ലാം അതിനകത്ത് സെയിം ട്രാൻസ്ഫോമറിൽ നിന്ന് തന്നെയാണ് എല്ലാവർക്കും പോകുന്നത്. അപ്പൊ നമ്മുടെ HT സ്കീം ആവുമ്പോൾ എക്സ്ക്ലൂസീവ് ആയിട്ട് നമുക്ക് മാത്രമാണ് ആ സപ്ലൈ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനകത്ത് വേറെ വേരിയേഷൻസ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് KSEB അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യുന്നത്. 100 KVAയിൽ കൂടുതൽ ലോഡ് ഉണ്ടെങ്കിൽ നമ്മൾ 11 kV സപ്ലൈയിൽ വേണം ലോഡ് കണക്ട് ചെയ്യാനായിട്ട്. അതിന് നമ്മൾ തന്നെ സെപ്പറേറ്റ് ട്രാൻസ്ഫോമർ വെച്ച് എക്സ്ക്ലൂസീവ് ആയിട്ട് നമുക്ക് വേണ്ടി മാത്രമാണ് അത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. സാർ, നമുക്കൊരു സ്കീമില് ഡീംഡ് HT എന്ന് പറഞ്ഞൊരു കണക്ഷൻ ഉണ്ട്. 110 മോട്ടറാണല്ലോ. ഡീംഡ് HT കണക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാൻ പറയാം. അതായത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ 100 KVAയിൽ കണക്ടറിലോട് കൂടി കഴിഞ്ഞാൽ HTയിലേക്ക് പോകണം നിർബന്ധമാണ്. പക്ഷെ പണ്ട് കാലത്ത് നമുക്ക് ഈ 100 KVAയിൽ കൂടിയ പല കണക്ഷനും നമ്മൾ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് നമുക്ക് KSEB സപ്ലൈ തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള 100 KVAയിൽ കൂടുതലുള്ള LT കണക്ഷനെയാണ് ഡീംഡ് HT എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബില്ല് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ട്രാൻസ്ഫോമർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണെങ്കിലും പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല. അത് KSEBയുടെ തലയിൽ വെച്ച് കൊടുത്ത് KSEB തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അതിനൊരു നോൺ എക്സിക്യൂഷൻ ഓഫ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു തുക എല്ലാ മാസവും പിഴയായിട്ട് നമ്മുടെ നിന്ന് പിടിക്കുന്നുണ്ട്, നമ്മൾ ട്രാൻസ്ഫോമർ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാത്തതുകൊണ്ട്. അപ്പൊ ഡീംഡ് HT സ്കീമുകളെല്ലാം തന്നെ HTയിലേക്ക് മാറ്റപ്പെടേണ്ട സ്കീമുകളാണ്. അപ്പൊ ചിലപ്പോൾ നമുക്ക് അവിടെ ട്രാൻസ്ഫോമർ ഇൻസ്റ്റാളേഷന് വേണ്ട സ്ഥല സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോണ കുറെ സ്കീമുകളുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു പുതിയ കണക്ഷൻ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഡീംഡ് HTയിൽ ഒരു കണക്ഷൻ തരില്ല. ഒന്നുകിൽ LT അല്ലെങ്കിൽ HT, ഇല്ലെങ്കിൽ കണക്ഷൻ ഇല്ല. അതാണ് അവസ്ഥ. സർ, നമ്മൾ ഈ ചാർക്കോൾ എർത്തിങ് പ്രൊവൈഡ് ചെയ്യുമ്പോഴേ 3 ലെയർ ആയിട്ട് ഇപ്പൊ കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഓപ്പൺ ആക്കി വെക്കുകയാണെങ്കിൽ ഇത് പൊതുവെ കുറഞ്ഞു പോകുമല്ലോ. അത് പിന്നെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാ? അത് മാഡം ഓപ്പൺ അല്ല, അത് മണ്ണിന്റെ അടിയിലാണ് ഫുള്ള് നമ്മൾ ഇടുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ഫോൾട്ട് കറണ്ട് വരുന്ന സമയത്ത് അത് എർത്തിലേക്ക് ഡിസിപ്പേറ്റ് ചെയ്ത് ആ ഒരു ഏരിയയിലേക്ക് കവർ ചെയ്ത് പോകണം. അപ്പൊ നമ്മളൊരു ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീം ഡിസൈൻ ചെയ്ത് അതിന്റെ സ്കീമൊക്കെ നമ്മൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലേക്ക് അപ്രൂവലിന് വേണ്ടിയിട്ട് കൊടുക്കും. അപ്പൊ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നമ്മുടെ സ്കീം സന്ദർശിച്ച് അവിടുത്തെ സോയിൽ ടെസ്റ്റ് ചെയ്തിട്ട് അവിടുത്തെ റെസിസ്റ്റിവിറ്റി എത്രയുണ്ടെന്നുള്ളത് അവർ ചെക്ക് ചെയ്യും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു എർത്ത് ഡിസൈനിലേക്ക്, അതായത് അവിടെ ഫോൾട്ട് കറണ്ട് ഡിസിപ്പേറ്റ് ചെയ്യാൻ എത്ര ഏരിയയിലേക്ക് കവർ ചെയ്യണം എന്നൊക്കെ ഒരു ഇത് തരും. അതിനനുസരിച്ചിട്ട് നമ്പർ ഓഫ് എർത്ത് ഇലക്ട്രോഡ് ഡിസൈൻ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അത് ഫുള്ളായിട്ട് മണ്ണിന്റെ അടിയിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ്. മുകളിലേക്ക് ഒരു ഫണല് മാത്രമേ വരുള്ളൂ. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വാട്ടറിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഫണല് മാത്രമേ മുകളിലേക്ക് വരുള്ളൂ. പിന്നെ ഈ എർത്ത് ലീഡ് മാത്രമാണ് മണ്ണിന്റെ അടിയിലേക്ക് പോകുന്നത്. ബാക്കിയെല്ലാം മണ്ണിന്റെ അടിയിൽ തന്നെ ആയിരിക്കും. ഓക്കെ സർ. ഞാൻ ചോദിക്കാൻ കാരണം ഞാൻ ഹൈഡ്രോളജി
വിങ്ങിലായിരിക്കുന്നതേ. നമുക്ക് ARG ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് അതിന്റെ എർത്തിങ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരൊരു മാസ്റ്റർ പോലെ ഉണ്ടാക്കി അതിനുള്ളിലാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പൊ അത് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ പോയി നോക്കുമ്പോ ലെവലൊക്കെ നന്നായി റെഡ്യൂസ് ചെയ്ത് അത് ഒരുവിധം കാലിയായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലുള്ളത്. അപ്പൊ അത് പ്രോപ്പർ എർത്തിങ് കിട്ടുമോ, അതോ എപ്പോഴും അത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണോ എന്നൊക്കെ അറിയാനേ. അത് ഫില്ല് ചെയ്തിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഒരു പക്ഷേ എന്താന്ന് വെച്ചാല് നമ്മള് ഒരു എർത്ത് ബെഞ്ച് ഉണ്ടാവും. അപ്പൊ ആ എർത്ത് ബെഞ്ചിലേക്ക് എല്ലാ എർത്തും കൊണ്ടുവന്നിട്ട് അതിനകത്തുനിന്ന് ഒരു ലീഡായിരിക്കും മണ്ണിന്റെ അടിയിലേക്ക് പോകുന്നുണ്ടാവുക. ഇനിയിപ്പോ അതാണോ മാഡം കണ്ടതെന്ന് എനിക്കറിയില്ല. എർത്ത് എന്തായാലും ഫുൾ ആയിട്ട് കവേർഡ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ പ്രോപ്പർ എർത്ത് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ നമുക്കത് എർത്തിങ് മെഗർ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസ് കൊണ്ടുവന്ന് നമുക്ക് വേണമെങ്കിൽ എർത്ത് റെസിസ്റ്റൻസ് ചെക്ക് ചെയ്ത് നോക്കാം. എർത്ത് റെസിസ്റ്റൻസ് എത്ര കുറവായിരിക്കുന്നോ അത്രയും നല്ലതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിനായാൽ പോലും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എർത്ത് നല്ലതായിരിക്കണം. ഇല്ലെങ്കിൽ ആ കമ്പ്യൂട്ടറൊക്കെ പെട്ടെന്ന് ചീത്തയായി വരും അതിന്റെ പവർ സപ്ലൈ ഒക്കെ. സർ, അപ്പൊ എർത്ത് റോഡ് മാത്രം നിർത്തിയിട്ട് ബാക്കിയെല്ലാം ക്ലോസ്ഡ് ആയിട്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും അല്ലേ സർ? അതെ അതെ. ഓക്കെ സർ. അല്ല, എന്റെ നമ്പർ തരാം. എനിക്ക് അതിന്റെ ഫോട്ടോ ഒന്ന് എടുത്ത് അയച്ചു തരാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് കൃത്യമായിട്ട് വിവരം പറഞ്ഞുതരാം. ആയിക്കോട്ടെ സർ. സാറേ ഇവിടെ പല LIയിലുമേ പിന്നെ 3 HP വാക്വം പമ്പും 5 HP വാക്വം പമ്പും. അപ്പൊ അതിന് എന്തെങ്കിലും KV എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അതില് വ്യത്യാസമില്ല. അതായത് എന്ന് വെച്ചാലേ ഇപ്പൊ ഏത് വേണേലും ഉപയോഗിക്കാമോ? അല്ല, അത് പറ്റില്ല. അതായത് വാക്വം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പൊ നമ്മുടെ സക്ഷൻ പൈപ്പിന്റെ ഒക്കെ സൈസ് ഉണ്ട്. സക്ഷൻ പൈപ്പിന്റെ സൈസ് നമ്മള് 250 mm, അതിന്റെ ഡയ 250 mm, 300, 350, 400, അങ്ങനെ 500, അങ്ങനെ വലിയ സൈസിലേക്ക് പോകും. അപ്പൊ നമുക്ക് വാക്വം ചെയ്യേണ്ട ഏരിയ എത്ര ഉണ്ട്, വോളിയം എത്ര ഉണ്ടെന്നതിനനുസരിച്ചാണ് അതിന്റെ HP ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ നമ്മള് 3 HP മോട്ടോർ ഉപയോഗിച്ചാലും വാക്വം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനെടുക്കുന്ന സമയം കൂടുതലായിരിക്കും. അപ്പൊ കറണ്ട് പോയി വന്ന് മോട്ടോർ പിന്നെ ഓൺ ചെയ്യണമെങ്കിൽ ഇത് വാക്വം പിടിച്ച് കിട്ടാൻ ഒരുപാട് സമയം എടുക്കും. അപ്പൊ മിനിമം 5 HP എങ്കിലും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് അതിന്റെ വ്യത്യാസം. പിന്നെ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമുകളെ സംബന്ധിച്ചിടത്തോളം വേറെ കുറച്ച് കാര്യങ്ങളോട് ഞാൻ പറയാം. അതായത് നമുക്ക് ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമുകൾ നമുക്ക് ഏകദേശം ഒരു 6-7 മാസമാണ് വർക്ക് ചെയ്യുന്നത്. ബാക്കി സമയത്ത് പുഴയിലൊക്കെ വെള്ളം കയറുന്ന അവസരങ്ങളിൽ നമ്മൾ ഈ മോട്ടറുകളെല്ലാം ലിഫ്റ്റ് ചെയ്ത് വെക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പോ ലിഫ്റ്റ് ചെയ്ത് പിന്നീട് രണ്ടാമത് അത് മോട്ടോർ ഇറക്കുന്ന സമയത്ത് അത് ഓവറോളിംഗ് ഒക്കെ നടത്തണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പുഴയുടെ തീരത്താണ് നമ്മുടെ പമ്പേഴ്സുകളെല്ലാം ഇരിക്കുന്നത്. നല്ലപോലെ ഈർപ്പുണ്ടാവും. അപ്പൊ മോട്ടോർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ ഈർപ്പൊക്കെ മോട്ടറിലേക്ക് ചെന്നാലും അത് ഹീറ്റ് ആകുമ്പോൾ അത് ബേൺ ചെയ്ത് പോയിക്കോളും. മോട്ടോർ കണ്ടിന്യൂസ് ആയിട്ട് ഓടുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ നമ്മള് 6 മാസം മോട്ടോർ കയറ്റി വെച്ചിട്ട് പിന്നെ രണ്ടാമത്തെ ഇറക്കുമ്പോൾ അതിനകത്ത് മോയ്സ്ചർ ഉണ്ടായിരിക്കും. അതിന്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വാല്യൂ വളരെ കുറവായിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് വാർണിഷ് ചെയ്ത് പ്രോപ്പറായിട്ട് ഹീറ്റ് ചെയ്ത് ഉണക്കിയിട്ട് വേണം മോട്ടറുകൾ ഇറക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഈ മോട്ടർ ബേൺ ചെയ്ത് പോവാനായിട്ട് സാധ്യതയുണ്ട്. സാറേ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഇതായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാണ്ടെങ്കിൽ പറയാം. ഞാനിപ്പോ വളരെ ഷോർട്ട് ആയിട്ടുള്ള ചെറിയ കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ഇത്തിരി സ്പീഡിലൊക്കെയാണ് ഞാൻ പറഞ്ഞു പോയത്. അതിനകത്ത് ഏതെങ്കിലും ഭാഗം രണ്ടാമത് ഞാൻ പറയേണ്ടതുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറയാം. ഒന്നുകൂടി പറയാം. ഈ വാക്വം പമ്പിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയാം, എങ്ങനെ അത് വർക്ക് ചെയ്യുന്നത്? വാക്വം വർക്ക് ചെയ്യുന്നത് അതിനകത്ത് ഒരു 2 ഡിസ്ക് ആണുള്ളത്. ഡിസ്ക് ആണ്. അപ്പൊ ആ ഡിസ്ക് വെച്ചിട്ട് അത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് അതിനുള്ള ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതിന്റെ ഉള്ളിലുള്ള എയർ സക്ക് ചെയ്ത് പുറത്തേക്ക് കളയുന്ന നമ്മുടെ ഒരു വാൽവ് സിസ്റ്റം പോലെയാണത്. എയർ സക്ക് ചെയ്ത് അത് പുറത്തേക്ക് കളയാണ്. അങ്ങനെയാണ് അത് വാക്വം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് മെയിൻ പമ്പില് വെള്ളം ഉണ്ടാവില്ല അല്ലെ? അല്ല, അതായത് നമ്മൾ എന്താണെന്ന് വെച്ചാല് സക്ഷൻ പമ്പ് വെള്ളത്തിൽ മുങ്ങി കിടക്കുകയാണല്ലോ. അപ്പൊ നമ്മള് പൈപ്പില് വാക്വം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വെള്ളം പൈപ്പിൽ കൂടെ കയറി അകത്തേക്ക് വരും. പമ്പിന്റെ ഉള്ളില് ഫുള്ള് ഫില്ലാവും. അതായത് നമുക്ക് എയർ ബബിൾ ഉണ്ടാവാൻ പാടില്ല. ഏത് ലിക്വിഡ് ആണോ ലിഫ്റ്റ് ചെയ്യേണ്ടത് ആ ലിക്വിഡ് പൂർണ്ണമായിട്ടും
പമ്പിന്റെയും സക്ഷൻ പൈപ്പിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുക എന്നതാണ് പ്രൈമിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എയർ ബബിൾ ഉണ്ടാവാൻ പാടില്ല. ഏത് ലിക്വിഡാണ് ലിഫ്റ്റ് ചെയ്യേണ്ടത് ആ ലിക്വിഡ് പൂർണ്ണമായിട്ടും അതിന്റെ ഉള്ളിൽ വേണം. എന്നാൽ മാത്രമേ വാട്ടർ ലിഫ്റ്റിംഗ് നടക്കുള്ളൂ. ഇല്ലെങ്കിൽ വെറുതെ ഇമ്പല്ലർ കറങ്ങിക്കൊണ്ടിരിക്കുള്ളൂ, വാട്ടർ ലിഫ്റ്റ് ചെയ്യില്ല. നമ്മൾ വീട്ടിലൊക്കെ ഫുഡ് വാൽവ് ഉള്ള പമ്പ് കണ്ടിട്ടില്ലേ? നമ്മൾ ഫുഡ് വാൽവ് പൊക്കി അതിനുള്ളിൽ വെള്ളം ഒഴിച്ചിട്ട് ഇറക്കുന്ന പരിപാടി കണ്ടിട്ടില്ലേ? അത് തന്നെ. അത് നമുക്ക് വലിയ മോട്ടർ ആയാലും അതിനുള്ളിൽ വാട്ടർ ഫില്ല് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് വാക്വം പമ്പ് ഉപയോഗിച്ച് വാക്വം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ലിക്വിഡിനെ ആദ്യം ലിഫ്റ്റ് ചെയ്ത് നിർത്തുന്നത്. അപ്പൊ ലിക്വിഡ് ആദ്യം ലിഫ്റ്റ് ചെയ്ത് ഇമ്പല്ലർ വരെ എത്തും. ഇമ്പല്ലർ വരെ എത്തി ഫുള്ള് എയർ ബബിൾ എല്ലാം പോയതിനു ശേഷം മാത്രമാണ് മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെ മെയിൻ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അത് സാധാരണ ചെയ്യണ എങ്ങനെയാ വെച്ചാൽ ഡെലിവറി സൈഡ് ഉണ്ടല്ലോ, ഡെലിവറി സൈഡിൽ അവര് ഇരുമ്പിന്റെ ഒരു ചട്ടി വെച്ചിട്ട് അടയ്ക്കും. അല്ലെങ്കിൽ ഡെലിവറി സൈഡിൽ നിന്ന് എയർ ഇങ്ങോട്ട് കയറി വരുമല്ല, എന്നിട്ടാണ് ഇവര് വാക്വം പമ്പ് ഓപ്പറേറ്റ് ചെയ്ത് വെള്ളം ലിഫ്റ്റ് ചെയ്യുക. അങ്ങനെ വെള്ളം ലിഫ്റ്റ് ചെയ്ത് അവിടെ വരെ എത്തിയെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവര് ഉടൻ തന്നെ മെയിൻ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യും, വാക്വം പമ്പ് ഓഫ് ചെയ്യും. അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. സാർ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. സാർ നമ്മുടെ ഇറിഗേഷന്റെ ബിൽഡിങ്ങുകളിലൊക്കെ മെയിൻ്റെനൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഇലക്ട്രിക്കലിന്റെ വർക്ക് കൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? അതായത് ഡൊമസ്റ്റിക് കണക്ഷന്റെ കാര്യം പറയുന്നത്. ഏത് നമ്മുടെ വീട്ടിലത്തെ കണക്ഷന്റെ? അത് അല്ല, നമ്മുടെ ഓഫീസുകളിലുള്ള സാധാരണ ലൈറ്റിങ്ങിനൊക്കെ ഉള്ള കണക്ഷൻ അതൊക്കെ നമുക്ക് റിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരും, അല്ലെ കംപ്ലീറ്റ് പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യം ബിൽഡിംഗ് മെയിൻ്റെനൻസ് ചെയ്യുമ്പോഴും അതിന് വഴി നമുക്ക് ചെയ്യാൻ പറ്റുമോ? അത് ഇലക്ട്രിക്കൽ വിങ് വഴിയാണ് സാധാരണ രീതിയിൽ ചെയ്യാറ്. അതായത് അതായിട്ട് ബന്ധപ്പെട്ട ഒരു ഇലക്ട്രിക്കൽ വിങ് ഉണ്ടാവുമല്ലോ, അപ്പൊ അവരവിടുന്ന് എസ്റ്റിമേറ്റ് ഒക്കെ ആക്കി അത് ടെൻഡർ ചെയ്തിട്ടാണ് വർക്ക് ചെയ്യാറ്. സാർ ഈ മെയിൻ്റെനൻസിന്റെ ഒക്കെ കേസ് വരുമ്പോഴും നമുക്ക് പെട്ടെന്നാണ് ചെയ്യേണ്ടത്, അപ്പൊ നമ്മൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ സിവിലുകാർക്ക് തന്നെ? അതിപ്പോ എന്റെ അറിവില് പല സ്ഥലങ്ങളിലും സിവിലുകാർ തന്നെ ഈ ഇലക്ട്രിക്കൽ എസ്റ്റിമേറ്റ് ഒക്കെ ഇട്ടിട്ട്, ഇപ്പൊ ഇലക്ട്രിക്കലില് കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ, പല സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ടെന്നാണ് എന്റെ അറിവ്. അതിന്റെ നിയമവശം കൃത്യമായിട്ട് എനിക്ക് അറിയില്ല, ചെയ്യാൻ പറ്റൂല്ല എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ പല സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വന്നാൽ ചെയ്യാൻ, അല്ലാണ്ട് ഇത് ചെയ്യാം. സാറേ പ്രസന്റേഷൻ വൈസ് ഇനി ഉണ്ടോ സാറേ? ഇതേ ഉള്ളല്ലോ അല്ലേ? നമുക്ക് 2 hours ആയിരുന്നു, കുഴപ്പമില്ലല്ലോ അല്ലേ? ഇപ്പൊ പ്രസന്റേഷൻ ഇത്രേ ഉള്ളോ? വേറെ എന്തെങ്കിലും? വേറെ ഇല്ല, ഞാൻ ഇത്രയും തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോ ഏതെങ്കിലും പാർട്ടിനെ കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയേണ്ടതുണ്ടെങ്കിൽ ഞാൻ പറയാം. പാർട്ടിസിപ്പൻസ് അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിലേ നമുക്ക് ഏതെങ്കിലും പാർട്ട് സ്പെഷ്യൽ ആയിട്ട് സാറിനോട് ചോദിക്കാനുണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് ചോദിക്കാം. എങ്ങനെയാ ചെയ്യുന്നത്? റെഗുലേറ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. റെഗുലേറ്ററിൽ നമ്മൾ സാധാരണ രീതിയിൽ, അതായത് റെഗുലേറ്റർ നമുക്ക് ലിഫ്റ്റ് ചെയ്യണം, ലോവർ ചെയ്യണം. അതും ഇതുപോലെ തന്നെ ഇൻഡക്ഷൻ മോട്ടറും സ്റ്റാർട്ടറുകളും തന്നെയാണ് വരുന്നത്. അവിടെ വാട്ടർ ലിഫ്റ്റിംഗ് ഇല്ല. നമ്മൾ മോട്ടോർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് അതിനെ മോട്ടറിനെ വിവിധ ഗിയേഴ്സ് ഉപയോഗിച്ചിട്ട് മോട്ടറിനല്ല ഈ ഷട്ടറിനെ ലിഫ്റ്റ് ചെയ്യാൻ ലോവർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഈ മോട്ടർ 2 ഡയറക്ഷനിലും തിരിയേണ്ടി വരും. ലിഫ്റ്റ് ചെയ്യാൻ ഒരു ഡയറക്ഷനിലും ലോവർ ചെയ്യാൻ വേറൊരു ഡയറക്ഷനിലും ചെയ്യേണ്ടതായിട്ട് വരും. സാധാരണ രീതിയിൽ 5 HP ചെറിയ മോട്ടോറുകൾ വെച്ചിട്ടാണ് പലയിടത്തും കണ്ടിരിക്കുന്നത്. അതിൽ കൂടിയ HP ഉണ്ടാവും. സെയിം പരിപാടി തന്നെയാണ്, പക്ഷെ വാട്ടർ ലിഫ്റ്റിംഗ് ഇല്ല. പകരം മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് 2 ഡയറക്ഷനിലും മോട്ടറിനെ തിരിച്ചുകൊണ്ട് ഷട്ടർ ലോവർ ചെയ്യുക, ലിഫ്റ്റ് ചെയ്യുക. ഈ 2 കാര്യങ്ങൾ തന്നെയാണ് അവിടെയും സംഭവിക്കുന്നത്. പക്ഷെ അവിടെ എന്താണെന്ന് വെച്ചാൽ ഇത് ഇടയ്ക്ക് ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കണം. അതിന്റെ ഗിയറും കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കിയില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എമർജൻസി ഒന്ന് ഓടിച്ചെന്നിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന നേരത്ത് ഈ സാധനം സ്ട്രക്ക് ആയിട്ട് പിടിച്ചിരിക്കും. അപ്പൊ ഈ മോട്ടർ സപ്ലൈ കൊടുത്തിട്ട് റോട്ടർ സ്ട്രക്ക് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ മോട്ടറിന്റെ സ്റ്റേറ്റർ അപ്പൊ തന്നെ കത്തിപ്പോകും. അപ്പോൾ അത് ഇടയ്ക്കൊന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും, അതിന്റെ ഇത് പ്രോപ്പർ ഫങ്ഷനിങ് ആണോ അല്ലേ എന്നുള്ളത്. അവിടെയും ഈ സ്ക്വിറൽ ഗേജ് ടൈപ്പ് മോട്ടറുകൾ തന്നെയാണ് സാധാരണ രീതിയിൽ ഉപയോഗിക്കാറ് നമ്മൾ. സാർ പവർ ഫാക്ടർ ഒന്നും കൂടി പറഞ്ഞുതരാം. പവർ ഫാക്ടറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ AC സർക്യൂട്ടിലാണ് പവർ ഫാക്ടർ വരുന്നത്. അതായത് നമുക്കിപ്പോ 100 kVA പവർ ഇലക്ട്രിക്കൽ എനർജി KSEB നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മുടെ ലോഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പവർ ഫാക്ടർ വരുന്നത്. അത് എത്രത്തോളം പവർ ആ ലോഡ് കൺസ്യൂം ചെയ്തു എന്നുള്ളത് ഈ പവർ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. പവർ ഫാക്ടറിന്റെ വാല്യൂ യൂണിറ്റ് 1 ആണെങ്കിൽ മാത്രമേ നമുക്ക് തരുന്ന 100ൽ 100 നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പവർ ഫാക്ടർ 1ൽ എത്ര താഴുന്നോ അതിനനുസരിച്ചിട്ട് ആ പവർ കൺസംഷൻ നമ്മുടെ കുറയും. ബാക്കി പവർ ഒരു ലോസ് ആയിട്ട് നമുക്ക് കണക്കാക്കാനേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യണമെന്ന് സപ്ലൈ അതോറിറ്റി നമ്മളെ ഇൻസിസ്റ്റ് ചെയ്യുന്നത്.
അപ്പൊ ലോഡ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറൊക്കെ ലാഗിങ് പവർ ഫാക്ടറിൽ ഓടുന്ന മെഷീൻസ് ആണ്. അതിന് ഇൻഡക്റ്റീവ് എഫക്റ്റിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം നമ്മളിപ്പോ സാധാരണ നോർമലി ഇൻകാൻഡസെന്റ് ബൾബ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ യൂണിറ്റി പവർ ഫാക്ടർ ആയിരിക്കും. പക്ഷെ ലോഡിനനുസരിച്ച് ലോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ചിട്ട് അതിന്റെ പവർ ഫാക്ടർ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ പവർ ഫാക്ടർ യൂണിറ്റിയിലേക്ക് എത്തിക്കുക എന്നാണ് സപ്ലൈ അതോറിറ്റി നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ പരമാവധി അതിനകത്ത് ലോസസ് കുറവായിരിക്കും. ഇത്ര മനസ്സിലാക്കിയാൽ മതി. പവർ ഫാക്ടറിന്റെ വാല്യൂ കുറയും തോറും ആ AC സർക്യൂട്ടിൽ ഉണ്ടാവുന്ന ലോസസ് കൂടുതലായിരിക്കും. നമുക്ക് കിട്ടുന്ന യൂസ്ഫുൾ എനർജിയുടെ ഔട്ട്പുട്ട് കുറയും. അതുകൊണ്ടാണ് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്ത് യൂണിറ്റിലേക്ക് എത്തിക്കണമെന്ന് പറയുന്നത്. പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, അതുകൊണ്ടാണ് നമുക്ക് ഇവര് ഇൻസ്പെക്ടറേറ്റ് ഒക്കെ നമ്മൾ സർക്യൂട്ട് കൊടുക്കുമ്പോൾ തന്നെ അവർ പറയും ഇത്ര kVAR കപ്പാസിറ്റർ വെക്കണം. കപ്പാസിറ്റർ വെക്കാണ്ട് കൊടുത്താൽ അവർ അപ്രൂവൽ തരില്ല. പിന്നെ അതുപോലെ ഇത് പവർ ഫാക്ടർ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ KICBക്കാർ നമ്മൾ പെനാൽറ്റി അടിക്കും. അപ്പൊ നമ്മൾ വേണ്ട അളവിലുള്ള കപ്പാസിറ്റർ ആഡ് ചെയ്തുകൊണ്ട് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും. ശരി സാർ. സർ ചാറ്റ് ബോക്സിലെ സ്പെസിഫിക്കേഷൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് സാർ നോക്കിയ കണ്ടായിരുന്നോ ചാറ്റ് ബോക്സ്? ഞാൻ നോക്കട്ടെ. കേബിൾസ്, അതായത് കേബിൾസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ടൈപ്പ് കേബിളാണ് ഉള്ളത്. ഇറിഗേഷൻ സ്കീമുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കോപ്പർ കേബിൾ ഉണ്ട്, അലൂമിനിയം കേബിൾ ഉണ്ട്. ഈ 2 ടൈപ്പ് കേബിളാണ് ഉള്ളത്. ഇപ്പൊ അലൂമിനിയം കേബിൾ ആണെന്നുണ്ടെങ്കിൽ XLP എന്ന് പറയും, ക്രോസ് ലിങ്ക്ഡ് പോളി എത്തിലീൻ കേബിൾ. ആ കേബിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മോട്ടറിനെ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അത് ഡിഫറെന്റ് പാറ്റേൺസിലുണ്ട്. ഇപ്പൊ 3.5 കോർ 3.5 കോർ എന്ന് വെച്ചാൽ 3 കോറ് 3 ഫേസിന്, പിന്നെ 0.5 ന്യൂട്രലിന്. അങ്ങനെയുള്ള കേബിള്, അത് ആർമറിംഗ് ഉള്ള കേബിൾ ഉണ്ട്, ആർമറിംഗ് ഇല്ലാത്ത. മെക്കാനിക്കൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ആർമറിംഗ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ആർമറിംഗ് ഉള്ള കേബിൾ ഉണ്ട്, ഇല്ലാത്ത കേബിൾ ഉണ്ട്. അപ്പൊ വിവിധ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ അലൂമിനിയം കേബിൾ ഉപയോഗിക്കും, ചിലപ്പോൾ കോപ്പർ കേബിളും ഉപയോഗിക്കും. പക്ഷെ കോപ്പർ കേബിൾ ഉപയോഗിക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് മോഷണം പോകാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. അലൂമിനിയം കേബിൾ ആരും എടുത്തോണ്ട് പോവില്ല. പക്ഷെ കോപ്പർ കേബിൾ ഒരു സ്കീമിൽ ഉണ്ടെങ്കിൽ ഇത് നാട്ടുകാരെ ആരെങ്കിലൊക്കെ കണ്ടുവെച്ച് കഴിഞ്ഞാൽ ഈ സ്കീമുകൾ ഓപ്പറേറ്റ് ചെയ്യാണ്ട് മോട്ടറുകളൊക്കെ ലിഫ്റ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ രാത്രിയിലൊക്കെ, കാരണം ഈ സക്ഷൻ പൈപ്പൊക്കെ പോണ ചെറിയ ഹോളൊക്കെ ഉണ്ടാവും, അതിനുള്ളിൽ കൂടെ ഉമാര് കയറി വന്നിട്ട് കേബിൾ അറുത്ത് കൊണ്ടുപോകും. നമ്മൾ സപ്ലൈ ഒക്കെ ഓഫ് ചെയ്തിട്ടൊക്കെ കേബിൾ അറുത്ത് കൊണ്ടുപോയി അവർ കത്തിച്ച് കോപ്പർ വിറ്റ് കാശാക്കും. അപ്പൊ കോപ്പർ കേബിളിനൊക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് പൈസ കൂടിയുണ്ട്. അപ്പൊ അത് കാരണം പരമാവധി നമ്മൾ അലൂമിനിയം കേബിൾ ഉപയോഗിച്ച് ചെയ്യാവുന്നതൊക്കെ അലൂമിനിയം കേബിൾ ഉപയോഗിച്ചിട്ടാണ് നോർമലി ചെയ്യാറ്. പിന്നെ കേബിളിന്റെ സൈസ് എന്ന് പറയുന്നത് വരുന്നത് എന്ന് പറയുന്നത് ഈ അതിന്റെ ലോഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന അവസരത്തിൽ മാക്സിമം എത്ര കറണ്ട് എടുക്കും, ആ ഒരു കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേബിളിന്റെ വണ്ണം അല്ലെങ്കിൽ സൈസ് വരുന്നത്. പിന്നെ കേബിളിന്റെ ലെങ്ത് എത്രയുണ്ട്, ലെങ്ത് കൂടുന്നതിനനുസരിച്ച് കേബിളിൽ ഒരു ചെറിയ വോൾട്ടേജ് ഡ്രോപ്പ് വരും. അപ്പൊ ആ ഒരു വോൾട്ടേജ് ഡ്രോപ്പിന്റെ കാൽക്കുലേഷൻ അനുസരിച്ചിട്ട് വേണം കേബിളിന്റെ സൈസ് എടുക്കാൻ. എപ്പോഴും ഒരു നെക്സ്റ്റ് കേബിൾ ആയിരിക്കും. ഇപ്പൊ നമുക്ക് 100 ആംപിയർ ക്യാരി ചെയ്യേണ്ട ഒരു കേബിൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലും ഒരു പൊടിക്ക് കൂട്ടി 120 ആംപിയറിന്റെ കേബിൾ ആയിരിക്കും സെലക്ട് ചെയ്യുക. എന്നാലാണ് അതിന് ലൈഫ് കിട്ടത്തുള്ളൂ. ഓവർഹോളിംഗ് ഒക്കെ ചെയ്യണമെന്ന്, ഓവർഹോളിംഗ് ചെയ്യണം സമയാസമയം എന്ന് സാർ പറഞ്ഞില്ലേ? അത് നമ്മൾ ഈ ആനുവൽ മെയിൻ്റെനൻസിന്റെ ഭാഗമായിട്ടല്ലേ ചെയ്യാ? അതെ അതെ, ആനുവൽ മെയിൻ്റെനൻസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സാധാരണ ഓവർഹോളിംഗ് ചെയ്യാറ്. മോട്ടറുകൾ ഒരു സീസൺ തുടങ്ങി ഇനീഷ്യലി ഇറക്കി വെക്കുന്ന സമയത്താണ് ഓവർഹോളിംഗ് ചെയ്യാറ്. ഓവർഹോളിംഗിന്റെ സമയത്ത് നമ്മൾ മോട്ടർ അഴിച്ച് റോട്ടറും സ്റ്റേറ്ററും വേർപ്പെടുത്തി അതെല്ലാം ഒരു ഫാനോ എന്തെങ്കിലും ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഡസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്ത് അത് വാർണിഷ് ചെയ്ത് ഹീറ്റ് ചെയ്ത് ഉണക്കി അതിന്റെ മെഗർ വാല്യൂ ടെസ്റ്റ് ചെയ്യും. മെഗർ വാല്യൂ ടെസ്റ്റ് ചെയ്ത് പ്രോപ്പർ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അത് റീഅസംബിൾ ചെയ്യും. പിന്നെ പമ്പും അതുപോലെ തന്നെ ഒരു ഓവർഹോളിംഗ് സാധാരണ രീതിയിൽ ചെയ്യാറുണ്ട്. പമ്പെല്ലാം അഴിച്ച് ഇമ്പല്ലറൊക്കെ ക്ലീൻ ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ സക്ഷൻ പിറ്റ് ഒക്കെ ക്ലീൻ അല്ലെങ്കിൽ ചില അവസരങ്ങളിൽ ആൾക്കാർ ഇടുന്ന വേസ്റ്റ് ചാക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കയറി വന്ന് ഇമ്പല്ലറിൽ വന്ന് ബ്ലോക്കായി ചിലപ്പോൾ അത് ഡിസ്ചാർജ് കുറയും, ചിലപ്പോൾ ഡിസ്ചാർജ് കംപ്ലീറ്റ് ആയിട്ട് നിന്ന് പോകും, ചിലപ്പോൾ അത് വന്ന് ബ്ലോക്ക് ആയിട്ട് ഷാഫ്റ്റ് ഒടിഞ്ഞു പോകും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമിൽ ഈ സക്ഷൻ പിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കുക. അതിന്റെ പുറത്തുനിന്ന് ഫോറിൻ മെറ്റീരിയൽസ് കയറാത്ത രീതിയിൽ അതിന് പ്രോപ്പർ ആയിട്ട് ഒരു ഷീൽഡിംഗ് ഒക്കെ കൊടുക്കുക. ഇതെല്ലാം നല്ലതായിരിക്കും. പിന്നെ പമ്പ് നമ്മൾ ഓവറോൾ ചെയ്ത് അതിന്റെ ബെയറിംഗ് എല്ലാം ലൂബ്രിക്കേറ്റ് ചെയ്ത് ബെയറിംഗ് ഒക്കെ സൗണ്ട് ഉണ്ടെങ്കിൽ ആ ബെയറിംഗ് ഒക്കെ മാറ്റി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം സീസണിൽ മോട്ടർ ഇറക്കി വെച്ച് ഓടിക്കാനായിട്ട്. അതുപോലെ മോട്ടറിൽ പരമാവധി വെള്ളം കയറാണ്ട് പ്രൊട്ടക്ട് ചെയ്യണം. പെട്ടെന്ന് ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം മൂലം പെട്ടെന്ന് മഴയൊക്കെ പെയ്ത് വെള്ളം കയറി വരുന്ന അവസരത്തിൽ മോട്ടർ നനയാതെ അത് ലിഫ്റ്റ് ചെയ്ത് വെക്കണം. ഇനി അഥവാ മോട്ടർ നനഞ്ഞാൽ തന്നെ ഒരിക്കലും അത് ഇലക്ട്രിക്കലി പിന്നെ ഓപ്പറേറ്റ് ചെയ്യരുത്. അഴിച്ച് ഇതുപോലെ വാർണിഷ് ഒക്കെ ചെയ്ത് ഉണക്കി ഓവറോളിങ് കഴിഞ്ഞതിന്
ശേഷം മെഗർ വാല്യൂ ഒക്കെ നോക്കിയതിന് ശേഷം മാത്രം ഇറക്കി ഓപ്പറേറ്റ് ചെയ്യേണ്ടതാണ്. ഈ ആനുവൽ മെയിൻ്റനൻസിന്റെ എമൗണ്ട് അറൈവ് ചെയ്യുന്നത് എങ്ങനെയാണ് സാർ? അത് അതിന്റെ ഓഡി ക്രിയേറ്റ് ചെയ്യാറാണ് സാധാരണ. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഓരോ HP-ക്കും വേണ്ടി വരുന്ന അതിന്റെ മെറ്റീരിയൽ എത്ര, ലേബർ എത്ര, അതൊക്കെ നോക്കിയിട്ട് അതിനകത്ത് ആണ് സാധാരണ രീതിയിൽ ചെയ്യാറ്. അപ്പൊ അതിന് ഓരോ HP അനുസരിച്ചിട്ട് ഇത്ര ഒരു ഇതിലേക്ക് എത്തും. ജനറലി സബ്ഡിവിഷൻ വൈസ് അത് ചെയ്യാറുണ്ട്. ഇലക്ട്രിക്കൽ ബന്ധപ്പെട്ടാണ് എമൗണ്ട് അറൈവ് ചെയ്യുന്നത്. അതെ അതെ അതെ, ഇലക്ട്രിക്കൽ സബ് ഡിവിഷനിലാണ് അത് സാധാരണ രീതിയിൽ ചെയ്യാറ്. സാർ ഒരു ഡൗട്ട്. ഈ സാറിന്റെ ഓഫീസിന്റെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് എങ്ങനെയാ സാർ? ആരാണ് ചീഫ്? എവിടെ നിന്നാണ് കൺട്രോൾ ചെയ്തത്? PWD തന്നെ വിങ് ആണോ? ഞങ്ങള് ശരിക്കും PWD ഇലക്ട്രിക്കൽ വിങ് ആണ്. അപ്പൊ ഇറിഗേഷനിൽ ഇലക്ട്രിക്കൽ വിങ് ഇല്ലാത്ത കാരണം കൊണ്ട് ഇറിഗേഷനിൽ കുറച്ച് പോസ്റ്റുകൾ ഉണ്ട്. ഇപ്പൊ ആലുവയിൽ ഒരു സബ് ഡിവിഷൻ, ഒരു AXC ഉണ്ട്. ആ AXCയുടെ കീഴിൽ 3 സെക്ഷൻ ഉണ്ട്. രാമമംഗലം, കാലടി, ആലുവ എന്ന് പറഞ്ഞ 3 സെക്ഷൻ ഉണ്ട്. അവിടെ 3 AE-മാരുടെ പോസ്റ്റാണ് ഉള്ളത്. അതിനകത്ത് ഇപ്പോ ഒരു AE ഇല്ല. എനിക്ക് കാലടിയുടെ അഡീഷണൽ ചാർജ് എനിക്ക് തന്നെയാണ്. പിന്നെ എന്റെ സെക്ഷനിൽ AE മാത്രമേ ഉള്ളൂ, വേറെ പോസ്റ്റ് ഒന്നുമില്ല. അങ്ങനെയാണ്. പിന്നെ ചാലക്കുടിയില് ഒരു AXC ഉണ്ട്, ഒരു AE ഉണ്ട്. മലമ്പുഴയിൽ ഒരു AE ഉണ്ട്. ഇത്രയാണ് എന്റെ അറിവിലുള്ളത് ഇറിഗേഷനിലെ AE-മാര്. ബാക്കി സ്ഥലത്തൊന്നും ഇറിഗേഷനിൽ ഇലക്ട്രിക്കൽ വിങ്ങില് AE-മാര് ഇല്ല എന്നാണ് എന്റെ അറിവ്. സാറെ വേറെ എന്തെങ്കിലും നമുക്കിനി പറയാനുണ്ടോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ പറയാനുള്ള കാര്യം, കാരണം ഈ LT സ്കീമുകളുടെ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ സാധാരണ രീതിയിൽ സിവിൽ വിഭാഗമാണ് കൈകാര്യം ചെയ്യാറ്. അപ്പൊ അതിന്റെ റീഡിംഗ് ഒക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. പിന്നെ അതിനകത്ത് മീറ്റർ എന്തെങ്കിലും ഫോൾട്ടി ആയിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് KSEBക്ക് റിപ്പോർട്ട് ചെയ്യാം. കാരണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇവര് ആവറേജ് ചാർജ് എടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ 3 മാസത്തെ ആവറേജ് നോക്കിയിട്ട് അവർ ബില്ല് അടിച്ചു തരും. അപ്പൊ നമുക്കാണെങ്കിൽ ഓഫ് സീസണിൽ കൺസപ്ഷൻ ഒട്ടും ഉണ്ടാവില്ല. അപ്പൊ അവർ ഓഫ് സീസണിലൊക്കെ അങ്ങനെ ബില്ലടിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ മീറ്ററുകൾ ഫോൾട്ടി ആണെന്നുണ്ടെങ്കിൽ LT സ്കീം ആണെന്നുണ്ടെങ്കിൽ KSEB മാറ്റേണ്ടതാണ്. HT സ്കീം ആണെങ്കിൽ അത് നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പവർ ഫാക്ടർ ഒന്ന് ശ്രദ്ധിക്കുക. അതിന്റെ പെനാൽറ്റി വരുന്നുണ്ടോന്ന് നോക്കാം. ഓക്കെ സർ, വേറെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഡൗട്ട്സ് ഇല്ല. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഫീഡ്ബാക്കും ക്വസ്റ്റ്യൻ നമുക്ക് അയച്ചു തരാം ഗ്രൂപ്പിലേക്ക്. സാറ് ഇത്രയും നല്ല ക്ലാസ് എടുത്തത് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ ഇച്ചിരി കുറച്ചുകൂടെ കൂടുതൽ ഇനി നമുക്ക് ഇലക്ട്രിക്കലില് ആവശ്യമുള്ള വിവരങ്ങളെല്ലാം സാർ ഈ ചെറിയ ഒരു സെഷനിൽ നമുക്ക് എല്ലാം ഒന്ന് തന്നിട്ടുണ്ട്. അതിന് എത്ര ഇത് പറഞ്ഞാലും താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. ഇനി വേറെ എന്തെങ്കിലും ടോപ്പിക്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, പാർട്ടിസിപ്പൻസിന് വേറെ എന്തെങ്കിലും ടോപ്പിക്സ് ആവശ്യമുണ്ടോ, വേറെ എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ സാറിന്റെ നമ്പർ എന്തെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഷെയർ ചെയ്യാം. അവർ ഞാൻ എന്റെ നമ്പർ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. അതല്ല ഇനിയിപ്പോ വേറെ ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് ക്ലാസ് എടുക്കണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് വേണമെങ്കിൽ വേറൊരു ദിവസം നമുക്ക് ഇരിക്കാം, കുഴപ്പമില്ല. എന്റെ മൊബൈലിൽ
ഹലോ ഹലോ. എന്റെ ഫോണേ കട്ടായി പോയി ഒന്ന്, സോറി അതിന്. ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം സാർ. ഇത്ര ക്ലാസ് അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഇനി ഏതെങ്കിലും പാർട്ടിനെ കുറിച്ച് കൂടുതൽ പറയണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറയാട്ടോ. ഞാൻ കൂടുതൽ ഡീപ്പായിട്ട് പറഞ്ഞില്ല, കാരണം പറഞ്ഞ ചിലപ്പോൾ അത് അത്രയ്ക്കാണ്ട് മനസ്സിലാവില്ല, അതുകൊണ്ടാ. കൂടുതൽ സാറിനോട് ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് കണ്ടിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇനിയിപ്പോ ഹലോ ഹലോ. ഓക്കെ സാറേ, താങ്ക് യു സാർ. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്പർ ഉണ്ടല്ലോ, നിങ്ങൾ ചോദിക്കാം. ഓക്കെ, നമ്പർ ഉണ്ട് സാറിനോട്, നമുക്ക് ചോദിക്കാം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് എന്തെങ്കിലും. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച് സാർ. ഓക്കെ. സജി സാറേ ഉണ്ടോ? റോഷൻ മേഡം ഉണ്ടോ? ഞാനുണ്ട് സജി സാറേ. അപ്പൊ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നുവെങ്കിലും സാറിന്റെ സെഷൻ എന്തായാലും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എന്തായാലും സാറിനെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട്, നമുക്ക് ഏതൊരു സിറ്റുവേഷൻ വന്നാലും സാറിനെ വിളിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് എന്തായാലും എല്ലാവർക്കും ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. KRAയുടെ പേരിലുള്ള ഒരു വളരെ വലിയ ഒരു താങ്ക്സ് സാറിന് പറയുകയാണ്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഇതിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ഇട്ടിരുന്നോ സജു സാറേ? ക്വസ്റ്റ്യൻസും ഒക്കെ ഫീഡ്ബാക്കും ഒക്കെ അയച്ചു തരാം, ഗ്രൂപ്പിൽ അയച്ചു തരാം. ഒന്ന് ഫിൽ ചെയ്തിട്ട് അയച്ചു തരാം. ഓക്കെ, നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യല്ലേ സാറേ? വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സാർ, താങ്ക് യു സാർ. താങ്ക് യു സാർ. ഓക്കെ.